അപ്പോൾ ഇന്ന് തൊട്ട് അറിയാം എല്ലാവരും ഇപ്പോൾ ക്യാറ്റിന്റെ എക്സാം ടൈം ആയി. സോ എല്ലാവരും സീരിയസ് പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലോ ആണ്. ലോ എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും മെയിൻ ആയിട്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 1 അവറിന്റെ സെഷൻ ആണ്. സോ വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കില്ല. എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം കവർ ചെയ്യുന്ന ഒരു എക്സാം ഓറിയന്റഡ് റിവിഷൻ പ്രോഗ്രാം ആണ്. അപ്പോൾ ബാക്കി സബ്ജക്റ്റിനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി സബ്ജക്റ്റിന്റെ ക്ലാസ്സസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു സെയിം ഗ്രൂപ്പിൽ തന്നെയായിരിക്കും. അതിന്റെ അപ്ഡേറ്റ്സ് വരെ വേറെ ഗ്രൂപ്പ് ഉണ്ടാവില്ല. അതുപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഇത് കഴിയുമ്പോൾ ഷെയർ ചെയ്യുക. അതിനുള്ള ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ക്യാറ്റിന്റെ ബാക്കി സബ്ജക്റ്റുകളുടെ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സിനോ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു ലിങ്കിലൂടെ അറിയിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ടോപ്പിക്സിനും സബ്ജക്റ്റിനും എന്തായാലും നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ലോ ആണ് നമ്മൾ ക്യാറ്റിന്റെ റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ക്ലാസ് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത് സുഹൈൽ സർ ആണ്. മേ ബി കുറെ പേർക്കൊക്കെ അറിയാവുന്ന ഒരു ഫാക്കൽറ്റി കൂടിയായിരിക്കും സർ. ഒരു 7 years ആയിട്ട് ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. CA CMA ACCA പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഒരുപാട് പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാർ ക്യാറ്റിന്റെ ക്ലാസ് ഒരുപാട് എടുക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഇനിയിപ്പോൾ കുറച്ച് ടൈമേ ഉള്ളൂ എങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ ലോയുടെ കേസിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ സർ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. സുഹൈൽ സർ, സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ അഞ്ജലി മാം പറഞ്ഞ പോലെ നമുക്ക് ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 1 അവറിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെല്ലാം ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് റെഗുലർലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളത് മാത്രം നമുക്ക് ഈ 1 അവറിന്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ അല്ലേ. ഫെബ്രുവരി 4 നിങ്ങളുടെ എക്സാം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ലാസ്റ്റ് മൊമെന്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഒന്ന് ഓടിച്ചു വിടാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഓഡിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓഡിബിൾ അല്ലേ? കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? യെസ്. ഓക്കെ. നൗ സ്ക്രീൻ വിസിബിൾ ആണോടാ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ അല്ലേ മക്കളെ? സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം, നമുക്ക് മെറ്റീരിയൽ എടുത്ത് തന്നെ, നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഏതെല്ലാം ഏരിയാസിൽ നിന്ന് വരും എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ ഫണ്ടമെന്റൽ, നമ്മുടെ ലോയില്, അപ്ലൈഡ് ലോയില് ഫണ്ടമെന്റൽ ഓഫ് കൊമേഴ്ഷ്യൽ ലോ ആൻഡ് ഫണ്ടമെന്റൽ ഓഫ് അപ്ലൈഡ് ഇൻഡസ്ട്രിയൽ ലോസ് എന്ന് 2 സെക്ഷനായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. ഓക്കെ. സോ
അതില് കോൺട്രാക്ട് ലോ ഓഫ് കോൺട്രാക്ട് സെയിൽ നെഗോഷിയേഷൻ നമ്മളെ സിഎമ്മയുടെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർസെന്റേജ് വിശ്വസിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അത് ഇന്റർമീഡിയറ്റ് ആയാലും അല്ലെങ്കിൽ നമുക്ക് കാറ്റ് ആയാലും ശരി. കാരണം അവർ ചോദിക്കുന്ന മെത്തേഡ് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോ നമുക്ക് ആദ്യം ഈ 30%-ലുള്ള ഈ ഏരിയാസിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. മിക്കവാറും കാറ്റ് എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഫോക്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒന്ന് പേരുകൾ, 2 നമ്പറുകൾ, 3 ഡേറ്റുകൾ, ആൻഡ് 4 ഫോമുകൾ, 5 വെറൈറ്റി ആയിട്ടുള്ള തിയറീസിന്റെ പേരുകൾ. ഇത്തരം ഏരിയാസ് ആണ് നമുക്ക് ലാസ്റ്റത്തെ 30%-ൽ നോർമലി ഫോക്കസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ, ഫാക്ടറി സാക്കിലാണെങ്കിൽ മാക്സിമം ഒരു വർക്കർ എത്രയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഏരിയാസിൽ അല്ലേ, ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 48 hours ആണ് നമ്മൾ എന്ത് ചെയ്യുക, വീക്ക്ലി വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ആ ലാസ്റ്റ് നമ്പേഴ്സിന്റെ ഏരിയാസ് ഉണ്ടല്ലോ. ആൻഡ് 12% കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മാക്സിമം 8.33% ടു വാട്ട്. ഇത്ര നമ്പേഴ്സുകൾ, മിനിമം ബോണസ്, ഇത്ര നമ്പേഴ്സുകൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് ഫോമുകൾ, നമ്മുടെ ഫോം ഏത് ഭാഗത്ത് പറയുന്നത്, കമ്പനി ആക്ടിൽ കുറച്ച് ഫോമുകൾ പറയുന്നുണ്ട്. INC നമ്പർ 8, INC നമ്പർ 9, INC നമ്പർ 10, അത്ര ഫോമുകളെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, പേരുകൾ നമ്മൾ നോട്ട് ചെയ്യണം, ഡേറ്റുകൾ നമ്മൾ നോട്ട് ചെയ്യണം. ഇങ്ങനെ ഡേറ്റുകൾ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യുക. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ പറയുന്നുണ്ട്, ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിന്റെ അല്ലെ 7-ാം തീയതിക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെന്റുകൾ സെറ്റിൽ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ 1000 വർക്കേഴ്സിന് മുകളിലുള്ള കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വർഷത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിന്റെ 10-ാം തീയതിക്ക് മുമ്പ് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ ആ ഡേറ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇത്തരം ഏരിയാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫാക്ടറി ആക്ട് മുതൽ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ഏരിയാസ് കോമൺലി ചോദിക്കാറ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. സോ സെക്കൻഡ്, ഫാക്ടറീസ് ആക്ട് 1948 എടുക്കുക നിങ്ങൾ. ഇൻട്രൊഡക്ഷൻസ്, ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻസ് ഒന്നും നമുക്ക് വേണ്ട, കാരണം അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് അവിടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഇൻട്രൊഡക്ഷൻ പാർട്ടില്. ഒന്നാമത് പേരെന്താ ഈ ആക്ടിന്റെ, രണ്ടാമതേതാ എന്തിനാ ഈ ആക്ട് വന്നേ, മൂന്നാമതേതാ ആൻഡ് ഏത് ഡേറ്റിനാണ് ഇത് വന്നേ. ഈ കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ 1 സെക്കൻഡ്. മക്കൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാൻ യു ഹിയർ മീ? ഓക്കെ അല്ലടാ, ഒന്ന് വോയിസിൽ പറഞ്ഞാരെങ്കിലും. ക്യാൻ യു ഹിയർ മീ? ഓക്കെ ആണ് സർ. യെസ്. സോ ഡേറ്റുകൾ നമ്മൾ നോക്കണം. ഇപ്പൊ ഫാക്ടറീസ് ആക്ടിന്റെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്ര മാത്രം മതി. ഡിസ്കഷൻ ഓഫ് സെക്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്താണ്, വാട്ട് യു മീൻ ബൈ ദ ഫാക്ടറി നമ്മൾ പഠിക്കുന്നു. വൈ ഫാക്ടറി ആക്ട് കമ്മിങ് ഹിയർ എന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നു. സെക്കൻഡ് പഠിക്കുന്നു അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ റെഗുലേറ്റ് ചെയ്യാൻ. ആൻഡ് തേർഡ്ലി നമ്മൾ പഠിക്കുന്നത് ഏത് ഡേറ്റിനാണ് ഇത് വന്നത്, 1/4/1941 ഏരിയ ഓൾ ഓഫ് ഇന്ത്യ. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അത്ര മതി. ഓക്കെ, കൂടുതലൊന്നും വേണ്ട. അപ്പൊ അവിടെ കിട്ടാനുള്ള കണ്ടന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പോകുമ്പോൾ ഒബ്ജക്റ്റീവും അതിൽ പെട്ടു. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്, ഈ ഒരു അഡ്ജസ്റ്റ് ടേം മതി നമുക്ക്, ടു റെഗുലേറ്റ് ദ വർക്കിംഗ് കണ്ടീഷൻ ഇൻ ദ ഫാക്ടറി എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ സ്കോപ്പ്, അതാണ് സ്കോപ്പിലാണ് കൊടുത്തുള്ളത്. ആക്ട് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ, നോട്ട് ചെയ്യണം. കണ്ടെയ്ൻ 120 സംഖ്യകളാണ്, 120 സെക്ഷൻസ് ആൻഡ് 3 ഷെഡ്യൂൾ, നോട്ട് ചെയ്യണം. ആൻഡ് അപ്ലിക്കബിൾ ടു സെൻട്രൽ ഗവൺമെന്റ്. 1 സെക്കൻഡ്, ഫാക്ടറി ബിലോങ്സ് ടു അപ്ലിക്കബിലിറ്റി, അത് നമ്മൾ പറയും അല്ലെ, അതിന്റെ ഡെഫിനിഷൻ. അവിടെയും കുറച്ച് സംഖ്യകളുണ്ട്. 20 or more workers are working or were working any day of the preceding 12 months in which a manufacturing process is being carried out with the aid of powers. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സാധനം ഫാക്ടറി ആവണമെങ്കിൽ അത് മാനുഫാക്ചറിങ് പ്രോസസ് അവിടെ നടക്കണം. ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് കറണ്ടോ പെട്രോളോ മണ്ണെണ്ണയോ കൊണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ അവിടെ 10 വർക്കേഴ്സിൻ്റെ എന്താണ്, ഫാക്ടറിയാണ്. അല്ല എങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സാധാ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ അച്ചാറുണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട്, അവിടെ കറണ്ട് കൊണ്ടൊന്നും ആയിരിക്കില്ല, കൈകൊണ്ടായിരിക്കും. അപ്പൊ അവിടെ 20 വർക്കേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക. അപ്പൊ ഇത് ഈ ഡെഫിനിഷൻ നോട്ട് ചെയ്യണം അവിടെ. ഓക്കെ, കാണാപാഠം പഠിച്ചു പോവുക.
നെക്സ്റ്റ് വൺ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ തൽക്കാലം ആ ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സംഖ്യകളെ നമുക്ക് തപ്പാം ഈ ലാസ്റ്റ് ടൈമില്. സോ സംഖ്യകൾ ഇതാ ഫസ്റ്റ് വരുന്നത് ആരാണ്? ഹു ഈസ് എ ചൈൽഡ് എന്നുള്ളടത്ത് 15 വയസ്സ് കഴിഞ്ഞ ആള്. ഹു ഈസ് അഡോളസെന്റ് 15 കഴിഞ്ഞ് 18 വരെയുള്ള ആള്. ആരാണ് അഡൾട്ട്? 18 വയസ്സ്. ആൻഡ് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട റിലേഷൻ ഇതിലെ പ്രൊവിഷൻ 14 വയസ്സ് വരെയുള്ള ഒറ്റ കുട്ടിയെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, സംഖ്യയാണ്. 14 വയസ്സ് കഴിഞ്ഞ് രണ്ടാളെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് വേണം. ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞ കുട്ടിയെ 4.5 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. അവിടെ ഒരു പേര് നമുക്ക് കാണാം, സർട്ടിഫൈഡ് സർജൻ. അത് നോട്ട് ചെയ്യണം. 4.5 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. ആൻഡ് ഫീമെയിൽ ചൈൽഡ് ആണ്. രാവിലെ 8 മണി മുതൽ 7 മണി വരെ സമയമാണ്, നോട്ട് ചെയ്യണം ടൈം. അന്ന് നെക്സ്റ്റ് വണ് 5 മണിക്കൂർ അല്ലേ, മീൻസ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ അവൻ എന്തല്ല മെഷീനറി അല്ല. ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് ഹാഫ് ആൻ അവർ ബ്രേക്ക് കൊടുക്കണം. എല്ലാ ബ്രേക്കും കൂടി കൂട്ടി മാറിപ്പോയി 5 ഷിഫ്റ്റ് അല്ലെ, 2 ഷിഫ്റ്റേ പാടുള്ളൂ. അതിലേതെങ്കിലും ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ പാടൂ. ഒരു ഷിഫ്റ്റിൽ 5 മണിക്കൂർ കൂടാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ 4.5 മണിക്കൂറല്ലേ. പക്ഷെ അത് എന്താണ്, നമ്മൾ അരമണിക്കൂർ കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇന്റർവെല്ലും കൂടി കൂട്ടി 5 മണിക്കൂർ. ആൻഡ് ഫൈനലി പിന്നെ വരുന്നത് അതില് ആനുവൽ ലീവാണ്. ഒരു കൊല്ലത്തിൽ 240 ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം വർക്ക് ചെയ്താൽ ഒരു ദിവസം ലീവ് എന്നുള്ള നിലയ്ക്ക് അവൻ ആനുവൽ ലീവ് കൊടുക്കണം. അവൻ ലീവ് ഒന്നും എടുക്കാതെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് കംപ്ലീറ്റ് ലീവ് കൊണ്ടുപോവാം. ആനുവൽ ലീവ് എന്ന് പറഞ്ഞാൽ മീൻസ് കൊണ്ടുപോവാം. ആൻഡ് മാക്സിമം അടുത്ത വർഷത്തേക്ക് 40 ലീവേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 50 ലീവ് ഉണ്ടെങ്കിൽ 10 ലീവ് എക്സ്പയർ ആയി പോകും. സംഖ്യകളാണ്, നോട്ട് ചെയ്യപ്പെടണം. അത് നെക്സ്റ്റ് വണ് അഡൾട്ടിന്റെ പ്രൊവിഷൻ വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് അല്ലെ. 9 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. 9 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞാൽ അവന് ഹാഫ് ആൻ അവർ ഇന്റർവെല് നമ്മൾ കൊടുക്കണം. അതും കൂടി കൂട്ടിയിട്ട് 10 ഇന്റർവെല്ലും കൂടി കൂട്ടി 10 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. വീക്കിലി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 48 മണിക്കൂർ, ഫുൾ സംഖ്യകളാണ് അവിടെ വരുന്നത്. 48 മണിക്കൂർ നമ്മൾ കൊടുക്കണം അല്ലെ. ഇനി 48 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 മണിക്കൂർ കൂടെ അവരെന്ത് ചെയ്യണം, ഓവർ ടൈം കൊടുക്കണം. ഓവർ ടൈം എത്ര? 2x ദ ഓർഡിനറി റേറ്റ്. അപ്പൊ ഇത്തരം ഏരിയാസ് നിങ്ങൾ കംപ്ലീറ്റ്ലി അതിങ്ങനെ പഠിക്കാൻ ഈ ലാസ്റ്റ് ടൈമിൽ പഠിക്കാൻ, ലാസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടാ, ലാസ്റ്റ് ടൈമിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ പഠിക്കാൻ നിൽക്കണ്ട. കാരണം നമുക്ക് എത്തില്ല, നമ്മൾ ടെൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇത്തരം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്നുള്ളത് ഈ സംഖ്യകളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് എൻ്റെ വേജ് എത്രയാണെന്നുള്ളത്, മറ്റ് മീൻസ് എത്ര വിമൻ വർക്കേഴ്സ് ആണെങ്കിൽ രാവിലെ 5 മണി ആ സമയം, എവറി ഹോളിഡേ നമ്മൾ കൊടുക്കണം. ആ ഹോളിഡേ നോട്ട് ചെയ്യാം. ആൻഡ് 240 ഡേയ്സ് വർക്ക് ചെയ്താൽ അല്ലെ, 1 ഡേ ഫോർ എവറി 20 ഡേ, 20 ദിവസം വർക്ക് ചെയ്താൽ ഒരു ദിവസം ലീവ്. കുട്ടിയായിരുന്നപ്പോ 15 ദിവസം വർക്ക് ചെയ്താൽ ഒരു ദിവസം ലീവ്. ആൻഡ് 30 ഡേ മാക്സിമം ആർക്കും കൊണ്ടാൻ പറ്റുള്ളൂ, അടുത്ത വർഷത്തേക്ക് അഡൾട്ടിന് കൊണ്ടാൻ പറ്റുള്ളൂ. മറ്റൊരാണെന്നുണ്ടെങ്കിൽ എത്ര കൊണ്ടുപോവാം, അത് മാക്സിമം 40 ഡേയ്സ് കൊണ്ടുപോവാം. ആൻഡ് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ക്രച്ചസ് റെസ്പോൺസിബിലിറ്റീസ്, ക്രച്ചസ് 30 വിമൺ വർക്കേഴ്സ്, അന്ന് കാണാവട പിടിക്കാൻ നിൽക്കേണ്ട, അതാ ഇതിൽ കറക്റ്റ്ലി പഠിച്ചാൽ മതി. 30 വിമൺ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ക്രച്ചസ് അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് 150 വർക്കേഴ്സ് അറേഞ്ച് ചെയ്യണം. ഷെൽട്ടർ റൂം റെസ്റ്റ് റൂം ഉണ്ടെങ്കിൽ 150 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് അറേഞ്ച് ചെയ്യണം. ക്യാൻറ്റീൻ 250 വർക്കേഴ്സ് അറേഞ്ച് ചെയ്യണം. ആംബുലൻസ് 500 വർക്കേഴ്സ് അറേഞ്ച് ചെയ്യണം. വെൽഫെയർ ഓഫീസർ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 500 വർക്കേഴ്സ് ഉള്ള ഫാക്ടറിയിൽ എന്ത് ചെയ്യണം, വെൽഫെയർ ഓഫീസർ അപ്പോയിന്റ് ചെയ്യണം. സോ സംഖ്യയാണ്. സോ ആ പേര് നോക്കുക. ചിലപ്പോൾ 2 രീതി ക്വസ്റ്റ്യൻ വരാം. 500 വർക്കേഴ്സ് ഉള്ള കമ്പനിയിൽ എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ക്രച്ചസ്, ഫസ്റ്റ് എയ്ഡ്, അപ്ലയൻസ്, ആംബുലൻസ്, ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഇങ്ങനെ വരാം, എന്ത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളോട് ചോദിക്കാം. അപ്പോ ആ സംഖ്യകളൊക്കെ എന്ത് ചെയ്യുക, ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇവിടെ ക്ലീനിനെസ് എന്നുള്ള ഏരിയയിൽ ഇവിടെ അതായത് റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ഹെൽത്ത് മെഷേഴ്സ് ഉണ്ടാവും. അവിടെ ക്ലീനിനെസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ സ്റ്റെയർ കേസും ഡെയിലി റിമൂവ് ചെയ്യില്ലേ, പാസേജ് ഡെയിലി റിമൂവ് ചെയ്യണം. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ വരും ഡെയിലി അവിടെ അണ്ടർലൈൻ ചെയ്യുക. 14 മാസത്തിൽ ഒരിക്കൽ വാളും ഇന്റീരിയർ ഒക്കെ എന്ത് ചെയ്യണം, അടിച്ച് മീൻസ് കഴുകണം. വാഷബിൾ കുമ്മായം പോലത്തെ പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 3 ഇയറിൽ അത് എന്ത് ചെയ്യണം, റീപെയിന്റിങ് നടത്തണം. 5 വർഷത്തിൽ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ പെയിന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെ, ഇപ്പൊ ഓയിൽ പെയിന്റ് ആണ്, അപ്പൊ അടിക്കണം. വുഡും മെറ്റാലിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അതിന്റെ റീവാർണിഷിങ് എവറി 5 ഇയർ നമ്മൾ കൊടുക്കണം അല്ലെ. നമ്മുടെ വീട്ടിൽ എപ്പോഴും പെയിന്റ് അടിക്കുക, കല്യാണത്തിന്, സോർണോ. പക്ഷേ പിന്നെ ഫാക്ടറിയിൽ 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, സോ ചെയ്യണം. സോ ഡിസ്പോസൽ ഓഫ് വെന്റ്, ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ലൈക്ക് ദാറ്റ്. റെസ്പോൺസിബിലിറ്റീസിൽ കുറെ റെസ്പോൺസിബിലിറ്റി സേഫ്റ്റി മെഷേഴ്സ് അതിൽ പറയുന്നുണ്ട്. ഇത് ലാസ്റ്റ് പറയുന്നുണ്ട് 1000 വർക്കേഴ്സ് ഉള്ള കമ്പനിയിൽ ഇപ്പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം.
വേണ്ടി സേഫ്റ്റി മെഷർ എന്ത് ചെയ്യണം, നമ്മൾ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ജനറൽ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞ ഏരിയാസിലെ അപ്പൊ നമ്മൾ ഫാക്ടറി ആക്ടിൽ നമ്മൾ എന്തൊക്കെ നോക്കും സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ ഏരിയാസ് ഒന്ന് ഫാക്ടറിയുടെ ഡെഫിനിഷൻ. ഓക്കെ, ഫാക്ടറിയുടെ ഡെഫിനിഷൻ ഒന്ന് ഇതില് ഏത് ഡേറ്റിനാ വന്ന് അവിടെ അണ്ടർലൈൻ ചെയ്തിടണം. ഫാക്ടറി ആക്ടിന്റെ ഡെഫിനിഷൻസ് നോക്കണം. മാനുഫാക്ചറിംഗിന്റെ ഡെഫിനിഷൻസ് നമ്മൾ 5 മാർക്കിന് ഇന്റർമീഡിയറ്റ് വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോൺ അപ്ലിക്കബിലിറ്റി പഠിച്ചു വെക്കണം. നോൺ അപ്ലിക്കബിലിറ്റി കാരണം ഒബ്ജക്റ്റീവ് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസിനുള്ള ഒരു സ്കോപ്പ് കണ്ട്. പിന്നെ ഒക്യുപയർ ഇത് ചോദിക്കാറുണ്ട്. മമ്പയർ ആണോ അല്ല ചെറുപയർ ആണോ അല്ല ഒക്യുപയർ എന്ന് വിളിക്കും. ആരാണ് ഒക്യുപയർ? വിസ് ദാറ്റ് പേഴ്സൺ അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദ അഫയർ ഓഫ് ഫാക്ടറി ആണ്. ഫാക്ടറിയിലെ അൾട്ടിമേറ്റ് കൺട്രോളറെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒക്യുപയർ എന്നുള്ളത്. അത് നോട്ട് ചെയ്യാം. അതെന്താ അങ്ങനെ? ഫേം അസോസിയേഷനോ ഇൻഡിവിജ്വൽ ഈ ലോജിക് ഒന്നും പറയാൻ നമുക്ക് സമയമില്ല, തൽക്കാലം പറഞ്ഞു പോകുന്നുണ്ട്. അത് നോട്ട് ചെയ്യാം. ആൻഡ് പിന്നീട് ഈ റെസ്പോൺസിബിലിറ്റീസിൽ നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഫാക്ടറി ഓപ്പൺ ചെയ്യുന്നതാണ്. അറ്റ്ലീസ്റ്റ് 15 ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? വിത്തിൻ 7 ഇൻസ്പെക്ടർ അറിയിക്കണം. അതിന്റെ ഇൻസ്പെക്ടർ അറിയിക്കണം. അതിന്റെ കോപ്പി എടുത്തിട്ട് അയാൾ അറിയിച്ചിട്ടുണ്ടെന്നുള്ളത് ചീഫ് ഇൻസ്പെക്ടർ അറിയിക്കണം. പിന്നെ ആരൊക്കെയാണ് അഡൾട്ട് ഇത് നോട്ട് ചെയ്യണം. പിന്നെ അവിടെ പറയുന്ന വർക്കിംഗ് ഹവേഴ്സും വീക്ക്ലി ഹോളിഡേസും ഷിഫ്റ്റ് ഡ്യൂട്ടി ഡബിൾ എംപ്ലോയ്മെന്റ് ഓവർ ടൈം അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ക്രച്ചസ് ആ ഏരിയ ക്രച്ചസിന്റെയും അതുപോലെ തന്നെ ക്യാൻറ്റീൻ, ആംബുലൻസ്, വെൽഫെയർ ഓഫീസർ, വാഷിംഗ് ഫെസിലിറ്റി ആ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ ഹെൽത്ത് മെഷേഴ്സിൽ ക്ലീനിനെസ് ഫസ്റ്റ് ഏരിയ മസ്റ്റ്ലി നോട്ട് ചെയ്യണം. കാരണം അവിടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മെയിൻലി ഫാക്ടറീസ് ആക്ടിൽ നമുക്ക് ഈ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? കൂടെ ഇല്ലടാ ഒരുപാടി മഴിയാസ് കൂടെ ഉണ്ടോ? ഒന്നും പറഞ്ഞു വയസ്സല്ലേ? ഓക്കെ, സോ നൗ നമ്മൾ എങ്ങോട്ട് പോവാണ്? മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഇതാ മെറ്റീരിയൽ കയ്യിൽ ഒപ്പം മെറ്റീരിയൽ വെക്കട്ടാ. ഒപ്പം മെറ്റീരിയൽ വെക്കുക. ആൻഡ് നിങ്ങൾ അധ്യാപകർ തന്നിട്ടുള്ള നോട്ടും കയ്യിൽ വെക്കുക. എന്നിട്ട് ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. 10 കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ 10, 20 അതൊക്കെ ഈ അഡൾട്ടിന്റെ ആ ഏജ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട എന്ത് ചൈൽഡ് ഞാൻ നേരത്തെ പറഞ്ഞത്. യങ് മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യങ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ചൈൽഡിനെയും അഡോളസെന്റിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? യങ് പേഴ്സൺ. അപ്പൊ ആ ആക്ടിൽ യങ് പേഴ്സൺ വന്നുകൊണ്ട് that provision is applicable to ആർക്ക്? not only ആരെ നമ്മുടെ ചൈൽഡ് ബട്ട് ഓൾസോ ആരെ? അഡോളസെന്റ് ഓൾസോ ലൈക്ക് ദാറ്റ്. വർക്കേഴ്സിന്റെ ഡെഫിനിഷൻസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പുതുതായി പഠിക്കാൻ നിൽക്കരുത്. സോ ദ നെക്സ്റ്റ് വൺ ഒക്യുപയർ. നേരത്തെ പറഞ്ഞ ഒക്യുപയർ ഇതാ. ജനറൽ റെസ്പോൺസിബിലിറ്റീസ് ഇതാണ്. ജസ്റ്റ് വായിച്ചു വിടണം. ഇന്റർമീഡിയറ്റിൽ നോർമലി ഫോക്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വരാറുള്ള ഒരു നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടെ. ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? കുറെ റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കും നിങ്ങളോട്. കാറ്റിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം. കാരണം ഒബ്ജക്റ്റീവ് അല്ലേ. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇതിലുള്ള 3-4 പോയിന്റ് ചോദിക്കും. എന്നിട്ട് പറയും ഒരു പോയിന്റ് പുറത്തുനിന്ന് എടുക്കും. എന്നിട്ട് അവർ പറയും ഇതിൽ ഏത് പോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റി അല്ലാത്തത്. അപ്പൊ നമ്മൾ പെടും. അപ്പോ കാറ്റ് ബേസിൽ അങ്ങനെയാണ് മാർക്ക് വരുന്നത് നമ്മൾ വിചാരിക്കണം. അപ്പൊ ആ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യാം? റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വായിക്കുക. പഠിച്ചിട്ടില്ലാത്ത ആളുകളോട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിട്ടാ. പഠിച്ചവരാണെങ്കിൽ സെറ്റ് നത്തിങ്, നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് കൊടുക്കുക. ക്ലീനിനെസ് ഈ ഏരിയ നോക്കണം. ഓക്കെ, വെന്റിലേഷൻ, ടെമ്പറേച്ചർ. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഓവർ ക്രൗഡിങ് പറയുന്നുണ്ട്. 14.2 ക്യൂബിക് മീറ്റേഴ്സ് അമെന്റ്മെന്റ് വന്നിട്ടുണ്ട് തൽക്കാലം. പക്ഷെ അമെന്റ്മെന്റ് നോക്കണ്ട, നിങ്ങൾ കാറ്റുള്ളത് അതേപോലെ പഠിക്കുക. ഓക്കെ അല്ലേ? 9.9 ക്യൂബിക് മീറ്റേഴ്സ്. ലൈറ്റിംഗ്, ഡ്രിങ്കിങ്, ഓക്കെ, സ്പിറ്റ് ഓൺ ആൻഡ് machinery, fencing or machinery like that, roast, lift, revolving machinery, pressure plants, pitch. ഇതൊക്കെ വായിച്ചു വിടുക കേട്ടോ.
ഇവിടെ ഈ ഏരിയയിലൊക്കെ നിങ്ങൾ വരാനുള്ള ചാൻസ് മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ അറിയോ, നിങ്ങൾ കറക്റ്റ് അറിയണം ഇതിൽ ഏതാണ് സേഫ്റ്റി മെഷർ, ഏതാണ് ഹെൽത്ത് മെഷേഴ്സ്, ഏതാണിത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അറിയണ്ടേ? ബിക്കോസ് അവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും, ഹെൽത്ത് മെഷേഴ്സ് ഒരു 3 കൊടുത്തിട്ട് അതിൽ 1-2 സേഫ്റ്റി മെഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ചോദിക്കും ഇതിൽ ഒരെണ്ണം എന്തല്ല മീൻസ് ഹെൽത്ത് മെഷർ അല്ല, ഏതാ കണ്ടെത്താൻ പറയും. അപ്പൊ അത് ഏതിന്റെ ഹെഡിലാണ് വരുന്നത് ഇത്രയേ ഉള്ളൂ. പ്രധാനമായും കുറെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ഫാക്ടറീസ് ആക്ട്. ഫാക്ടറീസ് ആക്ട് മസ്റ്റ് ആണ് മീൻസ് എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അടുത്തതിലേക്ക് നമുക്ക് പോവാം. മിനിമം വേജസ് ആണ്. മിനിമം വേജില് നമുക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷൻ പാർട്ടില് പറഞ്ഞ പോലെ തന്നെ ആ ഏരിയസ് മാത്രം നോക്കിയാൽ മതി. എന്താണ് ഡേറ്റ് ഓഫ് അപ്ലിക്കബിലിറ്റി, എവിടെയാണ് അപ്ലിക്കബിൾ. ഈ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആർട്ടിക്കിൾ നമ്മൾ ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കിൾ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് ഇനി എക്സ്ക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ട് സംശയിച്ച് നിൽക്കരുത്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി, ഓൾ ഓഫ് ഇന്ത്യ. അതല്ല അങ്ങനെ ജസ്റ്റ് വായിച്ചു വിടുക. പർപ്പസിനൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരില്ല. സെക്കൻഡ് ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ക്ലാരിഫിക്കേഷനിൽ പാർട്ട് 1 ഷെഡ്യൂൾ 1, 2 ഷെഡ്യൂൾ 1 18 പാർട്ട് എൻട്രീസ് ഉണ്ടാവും. ആൻഡ് ഷെഡ്യൂൾ 2 ഇതിനെ വിളിക്കുന്ന പേരാണ് ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കും. ഇതിലൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയ്മെന്റിന് വിളിക്കുന്ന പേരാണ് ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. ബെനിഫിഷ്യറി ആർക്കാണ് ഈ ആക്ട്? ബെനിഫിഷ്യറി എംപ്ലോയിക്കാണ്. ഈ എംപ്ലോയിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, എംപ്ലോയിയുടെ ഡെഫിനിഷൻ മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ആക്ട്, ഇതിലെല്ലാം കോമൺ എന്ന് പറയാനുള്ള കാരണം ഇതില് ഡിഫറെന്റ് എന്തുണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു നോട്ട് എടുക്കുക. ഫാക്ടറി ഈ 6 എന്ത് ചെയ്യുക, ആക്ടുകൾ ഇങ്ങനെ സ്കെയിൽ ഒരു ടേബിൾ ആക്കി വരച്ചിടുക. അതിന്റെ ഡെഫിനേഷൻ എന്ത് ചെയ്യുക, ഫാക്ടറീസ് ആക്ടിലെ എംപ്ലോയിയുടെ ഡെഫിനേഷൻ എന്താ പറഞ്ഞ, എംപ്ലോയറുടെ ഡെഫിനേഷൻ എന്താ പറഞ്ഞ, അങ്ങനെ കോമൺ ആയി വരുന്ന ഡെഫിനേഷൻസ് ഉണ്ടാവും. അതൊന്ന് നോട്ട് ചെയ്യുക. എക്സാമിന് പോണ സമയത്തൊന്ന് ജസ്റ്റ് നോക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് കയറി വരാറുണ്ട്. ഫാക്ടറി ആക്ടിൽ പറഞ്ഞ എംപ്ലോയി എന്ന് പറഞ്ഞ ഡെഫിനേഷന്റെ 6 ഇൻക്ലൂഡിബിൾ അല്ല, 6 എക്സ്ക്ലൂഡിബിൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിടുക. പിന്നെ ഇവിടെ ഫിക്സിംഗ് ഓഫ് മിനിമം റേറ്റ് ഓഫ് വേജ് ആണ്. 1000 വർക്കേഴ്സിന് താഴെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മിനിമം റേറ്റ് ഓഫ് വേജ് ഫിക്സ് ചെയ്യേണ്ട. ഗവൺമെന്റ് എന്നാണോ 1000 വർക്കേഴ്സിന് മുകളിൽ നിന്ന് കാണുന്നത്, ഉടനടി നോക്കി നിൽക്കാതെ അവിടെ സംഖ്യ കാണാൻ നിങ്ങൾക്ക് 1000. ആൻഡ് 5 കൊല്ലം അല്ലെ, നമ്മുടെ ജീവിത ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഫിക്സ് ചെയ്ത അല്ലെ, പണ്ട് തക്കാളിക്കുള്ള വാല്യൂ അല്ല ഇന്ന്. പണ്ട് 5000 രൂപക്ക് ജീവിതം കഴിഞ്ഞു പോകും, ഇന്ന് 10000 രൂപയെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. സോ വൈ, ജീവിത ചെലവ് കൂടുന്നു. അതുകൊണ്ട് ഒരിക്കൽ ഫിക്സ് ചെയ്ത് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. 5 ഇയർ അവിടെ നോട്ട് ചെയ്യണം. 5 ഇയർ ആ മിനിമം റേറ്റ് ഓഫ് വേജ് ഫിക്സ് ചെയ്യാനും കമ്മിറ്റി മെത്തേഡ്, നോട്ടിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ 2 മെത്തേഡ് ഉണ്ട്. കമ്മിറ്റി മെത്തേഡ് തട്ടിപ്പ് മെത്തേഡാണ്. എന്താ വെച്ചാൽ അറിയാം, നോട്ടിഫിക്കേഷൻ മെത്തേഡാണ് കുറച്ചും കൂടി സുതാര്യത. 2 വയസ്സ് ഗവൺമെന്റ് കമ്മിറ്റി മെത്തേഡിൽ ആ രാഷ്ട്രീയക്കാരെ തന്നെ കുറച്ച് ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് അവരെന്തെങ്കിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കും. അവരെന്നെ പഠിക്കും, അവർക്ക് തന്നെ റിപ്പോർട്ട് കൊടുക്കും, അവരെന്നെ തീരുമാനം എടുക്കും, അവരെന്നെ നടപ്പിലാക്കും, ഒക്കെ അവരെന്നെ. നോട്ടിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സുതാര്യമായ മെത്തേഡാണ്. അതിന്റെ 2 മാസത്തിൽ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ അഭിപ്രായം നോട്ടിഫൈ ചെയ്യും. നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അഭിപ്രായങ്ങൾ വരും, ആ അഭിപ്രായങ്ങൾ നോട്ട് ചെയ്യും. ആൻഡ് പിന്നീട് അവരുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സ്വരൂപിച്ചിട്ട് എന്ത് ചെയ്യും, ഗവൺമെന്റ് ഒരു റേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സുതാര്യമായ മെത്തേഡ്, നോട്ടിഫിക്കേഷൻ മെത്തേഡ്. ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഏരിയ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിനിമം റേറ്റ് ഓഫ് വേജ്, ഹവർലി ആവാം, ഡെയിലി ആവാം, മന്ത്ലി ആവാം, ടൈം റേറ്റ് ആവാം, പീസ് റേറ്റ് ആവാം, ഗ്യാരണ്ടി ടൈം റേറ്റ് ആവാം, ഓവർ ടൈം ആവാം. ഡിഫറെന്റ് ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റിൽ ഡിഫറെന്റ് റേറ്റ് ഫിക്സ് ചെയ്യണം. ഡിഫറെന്റ് ക്ലാസ് ഓഫ് സെയിം ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റ്, അഡോളസെന്റ്, അഡൾട്ട്, ചിൽഡ്രൻ, അപ്രന്റൈസ്. ഓക്കെ, ആ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ദാറ്റ് ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഏരിയയിൽ നോട്ട് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ മെറ്റീരിയൽസിലേക്ക് ഒന്ന് പോയേക്കാം. സോ മിനിമം റേറ്റ് ഒബ്ജക്റ്റീവില്
ഓൾ ഓഫ് ഇന്ത്യ അപ്ലിക്കബിൾ ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ നോക്കുക. ഇത് ഫസ്റ്റ് വൺ പേയ്മെന്റ് വേജസ് ആക്ട് ആണ് വന്നത്. സെക്കൻഡ് മിനിമം വേജസ് ആക്ട് കുറച്ച് താഴത്തേക്ക് പോയാൽ മിനിമം വേജസ് ആക്ട് ഇതില് സ്കോപ്പിൽ ഉണ്ടാവും. ആക്ട് ഓൾ ഓഫ് ഇന്ത്യ എന്നുള്ളതൊക്കെ ഈ ഡെഫിനിഷൻസ്, വേജിന്റെ ഡെഫിനിഷൻ ഒട്ടുമിക്ക ഫാക്ടറീസ് ആക്ടിലും അല്ലെങ്കിൽ മിനിമം വേജസ് ആക്ടിലും പേയ്മെന്റ് വേജസ് ആക്ടിലും ഒക്കെ സെയിം ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് അതേപോലെ നിങ്ങളും ചെയ്യുക. ഫാക്ടറി വേജ്, പേയ്മെന്റ് ഓഫ് വേജ്, മിനിമം വേജ്, ബോണസ് ആക്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന ഡെഫിനിഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു അച്ചടക്കം കിട്ടും പഠനത്തിന്റെ ആവശ്യത്തിന്. നെക്സ്റ്റ് മിനിമം റേറ്റ് ഓഫ് വേജസ് ആക്ട്, ഫിക്സ് മിനിമം റേറ്റ് ഓഫ് വേജസ് ആക്ട്. ഓക്കെ, ഇതിലൊക്കെ സംഖ്യകൾ ഉണ്ടാവും. ആ സംഖ്യകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. സെക്ഷൻസ് കാണാൻ പാഠം പഠിക്കണം എന്നില്ല. നോർമലി കാറ്റിൽ സെക്ഷൻസ് ഒന്നും ചോദിക്കാറില്ല. അത് നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിലേക്ക് വരുന്ന സമയത്തും പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടില് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടില് 3 കാര്യം പറയാം. എപ്പോഴാണ് എന്ത് കൊടുക്കേണ്ടത്, പേയ്മെന്റ് കൊടുക്കേണ്ടത്. മക്കളെല്ലാരും എന്റെ കൂടെ അല്ലേ? ഒന്ന് പറഞ്ഞേ, എല്ലാരും ഇല്ലടോ? Good afternoon, everybody. Yeah. Okay. So, 1 minute. Okay. നിങ്ങളുടെ വോയിസിൽ എനിക്ക് പറയണേ. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഉമകൾ എന്റെ ബദിരകൾ എന്ന് വിചാരിക്കും. സോ നെക്സ്റ്റ് വൺ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ ഭാഗം ശ്രദ്ധിക്കണം. 3 ഇൻഫർമേഷൻ. What do you mean by name? Why this act coming here? Which is the date of applicability? Which area will be applicable? Whether China or Pakistan or India, like that. All of India. വേണം. എന്തിനാണ് ടൈമിൽ പ്രധാനപ്പെട്ട ടൈം അറിയാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അധ്യാപകരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ് ടൈമിൽ പേയ്മെന്റ് കൊടുക്കൂല ആൾക്കാർ. ചില ആൾക്കാരാണെങ്കിൽ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ തേങ്ങ, കൊപ്ര അങ്ങനെയൊക്കെ ആയിട്ടാ കൊടുക്കുക. വേജസ് ഇൻ കൈൻഡ്. നെക്സ്റ്റ് വണ് അനാവശ്യമായ കാര്യങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാം അല്ലെ. അപ്പോ നമുക്ക് ഇതിനൊക്കെ സൊല്യൂഷൻ വേണ്ടേ. ആ സൊല്യൂഷനിൽ ഫസ്റ്റ് വൺ ഇവിടെ അപ്ലിക്കബിലിറ്റി പറയും. ഫാക്ടറി, റെയിൽവേ കമ്പനി, ഇൻഡസ്ട്രിയൽ. ഓക്കെ, അതില് ആ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ആ ഇൻഡസ്ട്രിയൽ ആർ അതർ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ ഈ സാധനം ഉണ്ടല്ലോ ഡെഫിനിഷൻ. ഇന്റർമീഡിയറ്റില് റിപ്പീറ്റഡ്ലി ആ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം ഹിയർ ആൻഡ് മേ ബി ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദീസ് ഏരിയ. ഓക്കെ, നൗ ആൻഡ് ഇതിലേക്ക് പോകുമ്പോ who is responsible for the act? Every act responsible is a employer. Who is a beneficiary for the act? Every act means beneficiary is a employee. Labor ലോഡ് ഒരു പ്രത്യേകത. ബെനിഫിറ്റ് എംപ്ലോയർ. റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞത് കൊടുത്തില്ല അറസ്റ്റ് ചെയ്യാൻ ഒരാളെ വേണം. ദാറ്റ് ഈസ് കോൾഡ് റെസ്പോൺസിബിൾ പേഴ്സൺ. ആൻഡ് നെക്സ്റ്റ് ഹു ഇസ് എ ബെനിഫിഷ്യറി, എംപ്ലോയി ആണ്. ഇവിടെ എംപ്ലോയിക്ക് പകരം വേറൊരാൾ കൂടെ വന്നിട്ടുണ്ട്. ജനറലി എംപ്ലോയർ ഷാൾ റെസ്പോൺസിബിൾ. ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡസ്ട്രിയൽ ആരാണ് ഈ പേയ്മെന്റ് ഓഫ് വേജ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി? ഫാക്ടറി ആണെങ്കിൽ മാനേജർ. ഓക്കെ, ആ ലൈക്ക് ദാറ്റ് അവരെ നിങ്ങൾ നോക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ വേജ് ഫിക്സേഷൻ ഓഫ് വേജ് പീരീഡ്. ഇപ്പോൾ സംഖ്യ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഷാൾ ബി പെയ്ഡ്. തീർച്ചയായും 1 മന്തിന്റെ കൂടുതൽ വേജ് പീരീഡ് എക്സീഡ് ചെയ്യാൻ പാടില്ല. ഒരാൾ പറയണേ എന്റെ 1 മന്ത് വേജ്, എന്റെ വേജ് പീരീഡ് എന്ന് പറയുന്നത് 1.5 മാസമാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മാസം കഴിഞ്ഞ് പേയ്മെന്റ് കൊടുക്കാനാണ്. അപ്പൊ അവർക്ക് ഒരു വർഷത്തിൽ 12 മാസം ഇല്ല. അത് പറ്റൂല. 1 മന്ത് ആയിരിക്കണം വേജ് പീരീഡ്. വേജ് പീരീഡ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല. മന്ത്ലി 1 മന്തിന് കൂടാൻ പറ്റില്ല. നോട്ട് ചെയ്യണം ആ ഏരിയ. ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് വേജ് വെരി ഇമ്പോർട്ടന്റ്. റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം ഹിയർ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ 1000 വർക്കർ ഉണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലെ 7-ാം തീയതിക്ക് മുന്നേ, ഏതെങ്കിലും ഒരു കമ്പനി 1000 വർക്കേഴ്സിന് താഴെയാണെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അടുത്ത ദിവസം 10-ാം തീയതിക്ക് മുന്നേ. ഏതെങ്കിലും എംപ്ലോയിയെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വർക്കിംഗ് ഡേ ഓൻക്ക് കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ബിസിനസിന്റെ കാരണം കൊണ്ട് ടെർമിനേറ്റ് ചെയ്യണമെങ്കിലും ഓന്റെ കാരണം കൊണ്ട് ടെർമിനേറ്റ് ചെയ്യെങ്കിലും വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമ്മൾ ചെയ്യണം.
മൈന് ഡോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കൽ പോയി പോട്ടെ. നമ്മൾ KGF കണ്ടിട്ടില്ലേ? പിന്നീട് പോയി കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് തിരിച്ചു വരുള്ളൂ. എന്നും മൈനിൽ അപകടമാണ്, പൊട്ടി വീഴുക അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഇത്തരം കേസുകളിൽ എന്നാണോ അവൻ എത്തുന്ന, അവന്റെ ആ വർക്ക് കഴിഞ്ഞ് എത്തുന്നത് വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ ക്ലിയർ ചെയ്യണം. എല്ലാ പേയ്മെന്റും വർക്കിംഗ് ഡേയ്സിൽ ക്ലിയർ ചെയ്യണം. നോട്ട് ചെയ്യണം. മോഡ് ഓഫ് പേയ്മെന്റ് ഉപയോഗിച്ച് ഇത് ചോദിക്കാറുള്ളതാണ്. കറണ്ട് കോയിൻ, കറണ്ട് നോട്ട്, ഓക്കെ അല്ലേ? ചെക്ക് പറ്റുമോ? ചിലവർ ചോദിക്കും. ചെക്ക് പറ്റും. അവന്റെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് ചെക്കിൽ എന്ത് ചെയ്യാം. അപ്പൊ ചിലവർ ചോദിക്കും, സാറേ ഗൂഗിൾ പേ പറ്റുമോ? ഗൂഗിൾ പേ ചെക്ക് ഇൻക്ലൂഡ് ബാങ്ക് ഓൾസോ. സോറി, ബാങ്ക് ചെക്ക് ക്യാഷ് മണി ഇൻക്ലൂഡ് ബാങ്ക് ഓൾസോ. ഇനി ഏതൊക്കെ ഓതറൈസ്ഡ് ഡിഡക്ഷൻസ്, അത് നമുക്ക് ഇന്റർമീഡിയറ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്? വളരെ വാസ്റ്റ് ആയിട്ട് തന്നെ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട, നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ട എന്താ? നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് സെർച്ച് ചെയ്യണം. അതെങ്ങനെ സെർച്ച് ചെയ്യാം? ഓക്കെ, കുറെ ഡിഡക്ഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെർച്ച് ഫൈൻ്റെ അവിടെ ഫൈൻ എന്ന് പറഞ്ഞൊരു ഏരിയ കാണാം. അവിടെ സംഖ്യകൾ കാണാം. 15 വയസ്സായ ഒറ്റ കൂട്ടർ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൈൻ ചുമത്താൻ പാടില്ല. ഒരു വേജ് ഒരു മാസത്തിന്റെ 3% കൂടുതൽ വേജ് ചുമത്താൻ പാടില്ല. 90 ദിവസം കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഫൈൻ 90 ദിവസത്തിനുള്ളിൽ റിക്കവർ ചെയ്യണം. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഫൈൻ ചുമത്തുന്ന അവിടെ കാര്യം പറയണം. ലൈക്ക് ദാറ്റ്. ഡിഡക്ഷൻ ഫോർ ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി. ഒരാൾ ഒരു കാരണമില്ലാതെ ലീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ടോട്ടൽ വേജ് എത്രയാണോ അത് എത്ര ദിവസത്തേക്കാണോ അവനെ, അല്ലെ, 15,000 ആണെങ്കിൽ 15,000 ഡിവൈഡഡ് ബൈ 24 അടിച്ചാല് 24 ദിവസം വർക്ക് ചെയ്താലാണ് 15,000 രൂപ അവന് കിട്ടുന്നത് എന്ന് അതിന്റെ അർത്ഥം. ഇൻറ്റു 1 ഡേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം സാലറി ഉണ്ടാവും, അത് കട്ട് ചെയ്യുക. 10-10ലധികം ആളുകളോ, ഒരാൾ ലീവ് എടുത്താലൊന്നും ബിസിനസ് സ്ഥാപനത്തിൽ ഒന്നും വരാൻ പോണില്ല. പക്ഷെ 10-10ലധികം ആളുകളോ ലീവ് എടുത്തു കഴിഞ്ഞിട്ട് ബിസിനസ് താളം തെറ്റും. സോ നൗ വാട്ട് വിൽ ഡു? 8 ദിവസം വരെയുള്ള ലീവ് നമുക്ക് എന്ത് ചെയ്യാം? അവന്റെ കട്ട് ചെയ്യാം. ഗംഭീര പണി കൊടുക്കാം. ചെറിയ പണിയല്ല, ഗംഭീര പണി കൊടുക്കാം. സോ ഡിഡക്ഷൻ ഫോർ ഡാമേജസ് ഓർ ലോസ് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ മീൻസ് ഡിഡക്ഷൻ ഫോർ സർവീസസ് റെൻഡേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മീൻസ് അഡ്വാൻസ് സാലറി. ഓക്കെ, ഇനി ഇവിടെ കാണാം ലിമിറ്റേഷൻ ഓഫ് ഡിഡക്ഷൻസ്. നിങ്ങൾ ഇതിൽ കാണാം 75%. എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് മക്കളുണ്ടടാ, ഇവർക്ക് മാതാപിതാക്കൾ ഉണ്ടടാ, എല്ലാ എമൗണ്ടും എംപ്ലോയറെ കൊണ്ടുപോയി ജീവിച്ചു പോണ്ടേ. സോ 75% കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഒരു എംപ്ലോയിയുടെ ഒരു മന്തിൽ നിന്ന് പിടിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള കേസുകളാണെങ്കിൽ 50%. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇൻസ്പെക്ടർ എന്നുള്ള ഒരു ഇത് കാണാം. ഇൻസ്പെക്ടറുടെ മക്കളെ, ഞാൻ ഈ ഇൻസ്പെക്ടർ പൊതുവായിട്ടുള്ള ഇത് പറയട്ടെ. കാരണം എന്താ, ഇൻസ്പെക്ടർ എല്ലാത്തിലും കാണാം. ഫാക്ടറിയിൽ കാണാം, പേയ്മെന്റ് വെച്ചിട്ട് കാണാം, എല്ലാത്തിലും ഇൻസ്പെക്ടർ കാണാം. ഇൻസ്പെക്ടറുടെ മാത്രം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണേ, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാല് ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന SI ഒന്നല്ല. അത് ഗവൺമെന്റിനെ തീരുമാനിക്കാം ആരെ ഏൽപ്പിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ. എന്താ അങ്ങനെ പറയാൻ കാരണം? സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള അധീനപ്പെട്ടുള്ള കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പോയി കൈകടത്താൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് പോയി കൈകടത്താൻ പറ്റില്ല. അപ്പൊ അവർ തമ്മിൽ അടിയാവും. അപ്പൊ അവരാന്റെ സ്ഥാപനങ്ങൾ നോക്കാൻ വേണ്ടി അവരെന്നാണ് ചെയ്യണം? അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ, എന്റെ ഇവിടുത്തെ SIക്ക് വന്നിട്ട് നിങ്ങൾ അവിടെ വന്നിട്ട് ഭരിക്കാൻ പറ്റില്ല. ഒരു ജൂറിസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെ? ഒരു അധികാര പരിധി ഉണ്ട്. ആ അധികാര പരിധി ഇവർക്കും കൊടുക്കും. അത് എന്ത് ചെയ്യുക? അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പേര് ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ പവർ എന്താ എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഓക്കെ, ഇപ്പോ സ്നേഹ CS ഇവിടെ സ്ക്രീനിൽ ഒരു പേര് കാണുന്നുണ്ട്. സ്നേഹ ഒരു വെടിക്കെട്ട് ഫാക്ടറി നടത്തുന്നുണ്ട്. സ്നേഹ ഫോർ ദ പർപ്പസ് ഓഫ് ലേണിംഗ് ഓൺലി, സ്നേഹ ഒരു വീടി കത്തിച്ചതാണ്. പിന്നെ അവൾക്ക് ഒരു ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ ഞാനാണ് ഇൻവെസ്റ്റിഗേറ്റർ. ഞാൻ വന്നിട്ട് ഫസ്റ്റ് ഞാൻ മാന്യമായ രീതിയിൽ ഇവിടെ വന്നിരിക്കും. എന്താ അവിടെ നടന്നതെന്ന് അറിയാൻ ഞാൻ വിളിക്കും. സ്നേഹ വിളിക്കും. സ്നേഹ വേഗം വന്നിട്ട് എന്റെ ഓഫീസിൽ ഹാജരാവണം. സ്നേഹ പറയണ പോടാ എന്ന് പറയണ എന്നോട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആവശ്യമുള്ള പോലീസിനായിട്ട് കുത്തിപ്പൊളിച്ചിട്ട് അങ്ങോട്ട് കടന്നു വരും. ഓക്കെ, കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ പ്രിമൈസസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ അവിടെ തൊട്ടടുത്ത് സ്നേഹ നിൽക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കും, സ്നേഹ എന്താ പറ്റി? അതിന് ടേക്ക് ദ സ്പോർട്സ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. സ്നേഹ എന്താ പറ്റി? അപ്പൊ അവൾ സ്നേഹ പറയും, സാർ ഒരു വീഡിയോ കത്തിച്ചാണ്, ബാക്കി ഒരു ഓർമ്മ എനിക്കില്ല എന്ന് അവൾ പറയും. അല്ലെ? അത് ഞാൻ അവിടെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവിടെ രണ്ട് വർക്കേഴ്സ് വേറെ ഉണ്ട്, അവരുടെ കൈയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ തെളിവിനായിട്ട് എന്ത് ചെയ്യും? അവരുടെ എല്ലും കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സീസ് ചെയ്തിട്ട് പതുക്കെ ഞാൻ തിരിച്ചു പോകും. ദ സെയിം ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസറുടെ പണി ഇതാണ്. നമ്പർ 1, എക്സാമിൻ ആൻഡ് എൻക്വയർ. മാന്യമായ രീതിയിൽ ചോദിക്കും. പോടാ എന്ന് പറഞ്ഞ വിത്ത് അസിസ്റ്റൻസ് അവർ കയറി വരും. ഓക്കെ അല്ലേ? കയറി വന്നാൽ പിന്നെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അവർ പേയ്മെന്റ് കൊടുക്കുക. റിക്വയർ റിട്ടേൺ ഓർഡർ പ്രൊഡക്ഷൻ ഡോക്യുമെന്റ്, സീസ് ടേക്ക് ദ കോപ്പി ഡോക്യുമെന്റ്. ദീസ് ആർ ദ എന്ത് അവരുടെ എന്ത് പവേഴ്സ്. ഓക്കെ, അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആ പവേഴ്സ് കാണാവടം പഠിക്കണം എന്നില്ല. ചിലപ്പോൾ ചോദിക്കും, ഇതേതാ ഇതിൽ ഏതാ പവർ എന്ന് ചോദിക്കും ഇൻസ്പെക്ടറുടെ. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വണ്, ആരാണ് ഇത് കൊടുത്ത് ഡിലേ വരുത്തി കഴിഞ്ഞാൽ ആരാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടതെന്ന് കുറച്ച് അതോറിറ്റിയെ പറയുന്നുണ്ട്. അത് നോട്ട് ചെയ്യണം കേട്ടാ, അത് നോട്ട് ചെയ്യണം. ആൻഡ് ഇവിടെ കംപ്ലൈന്റ് കൊടുക്കുന്ന വിത്തിൻ 12 മന്ത് ഡിഡക്ഷൻസ്. 12 മന്ത് കഴിഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാം.
വൺസ് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഈ പറഞ്ഞ ആൾക്കാരാണ്, ഈ പറഞ്ഞ അതോറിറ്റിയുടെ അടുത്താണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. വിത്തിൻ എപ്പോഴാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്? സംഭവം നടന്ന് വിത്തിൻ 12 മന്തിനുള്ളിൽ കംപ്ലൈന്റ് കൊടുക്കാം. 3 മാസത്തിനുള്ളിൽ അതോറിറ്റി അത് സെറ്റിൽ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു കാര്യം കാണാം. ഓക്കെ, മീൻസ് എത്ര എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് 10 എന്ത് ചെയ്യും, 10 ടൈംസ് കോമ്പൻസേഷൻ വാങ്ങിക്കാം. 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 × 10 എന്നെന്ത് ചെയ്യാം, 10 ടൈം കോമ്പൻസേഷൻ വാങ്ങിക്കാം അയാളുടെ കയ്യിൽ നിന്ന്. ഇനി ഡിലേ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,500 മുതൽ 3,000 രൂപ വരെ എന്ത് കിട്ടും, ഫൈൻ കിട്ടും. ഇനി ഇല്ലാത്ത കേസ് കൊടുത്താൽ 375 രൂപ എംപ്ലോയർക്ക് എന്ത് ചെയ്യും, എംപ്ലോയി കൊടുക്കേണ്ടി വരും. 7 പിടിച്ചോട്ടെ, ലൈക്ക് ദാറ്റ്. പിന്നെ പെനാൽറ്റി ആണ്. പെനാൽറ്റി ഒന്നും നിങ്ങൾ തൽക്കാലം നോക്കണ്ട. ഓക്കെ, അറ്റ് ദ ലാസ്റ്റ് ടൈം. ഓക്കെ, സോ ദീസ് ആർ ദ വാട്ട് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. നമുക്ക് മെറ്റീരിയലിലേക്ക് പോവാം. വെറുതെ ജസ്റ്റ് നോക്കാം. സോ ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ഓഫ് ദ ആക്ട്, കുറെ ഇതുണ്ട്. പ്രധാനപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, എംപ്ലോയിഡ് പേഴ്സൺ ആൻഡ് ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് നിങ്ങളെ കയ്യിലൊക്കെ നോട്ടുകൾ ഉണ്ടാവൂലേ? ആ നോട്ട് വെച്ചിട്ട് നോക്കട്ടെ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ. ആൻഡ് വേജസിലെ ഡെഫിനിഷൻ കോമൺ ആണ്. വേജ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വേജ്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ രീതി ചെയ്യണം. വേജ് മീൻസ് എന്താണെന്നുള്ളത് എല്ലാ ഡെഫിനിഷനിലും ഉണ്ട്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ എഴുതി വെക്കുക ലാസ്റ്റ് ടൈമില്. ആൻഡ് പേഴ്സൺ ആരാണ്, എംപ്ലോയിഡ് ബൈ ഹിംസെൽഫ്, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാരാ, റെയിൽവേ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. റെസ്പോൺസിബിൾ ഫെയിലിയർ മേക്ക് ഫിക്സേഷൻ ഓഫ് വേജ് പീരീഡ്. ഫിക്സേഷൻ 1 മന്ത് ചെയ്യാൻ പാടില്ല. ടൈം ഓഫ് വേജ് പീരീഡ്, ഇവിടെയൊക്കെ ഡേറ്റ് കാണാം, ആ ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്യണം. ആൻഡ് പേയ്മെന്റ് ഓഫ് വേജ് വർക്കിംഗ് ഡേയ്സിലാണ് കൊടുക്കേണ്ടത്, നോട്ട് ചെയ്യണം. കറണ്ട് കോയിൻ, കറണ്ട് നോട്ട് ചെയ്യണം. കുറെ ഡിഡക്ഷൻസ് പറയുന്നുണ്ട്, അതിൽ ഫൈനിന്റെ കാര്യമൊക്കെ പറയും. ഓതറൈസ്ഡ് ഡിഡക്ഷൻ ഇതിൽ കാണാം. അത് കുറച്ച് ഫൈൻ എന്താണ്, അതിൽ കുറച്ച് കാര്യം, ലിമിറ്റേഷൻ ഓഫ് ഡിഡക്ഷൻ 75%, 50%. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം. അപ്പോ നിങ്ങൾ ഇൻസ്പെക്ടർ ഒന്നും ഇതിൽ കാണുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് അത് ഇന്റർമീഡിയറ്റ് അപ്പൊ ഇത്രയും വരുന്നുള്ളൂ. ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്, ഡിഡക്ഷൻ ഫോർ ഡാമേജ് ലോസ്, ഡിഡക്ഷൻ ഫോർ അഡ്വാൻസ്, ഡിഡക്ഷൻ ഫോർ റിക്കവറി ഓഫ് ലോൺ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഡിഡക്ഷൻ ഫോർ വാട്ട് മീൻസ് ഇതിൽ നോക്കണ്ടേ. നമ്മുടെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, നമുക്ക് ബോണസ് ആക്ടിലേക്ക് വരാം. ബോണസ് ആക്ടിലേക്ക് വരാം. സ്ക്രീൻ ഷെയർ ആകുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, സോ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ഓവർ. മിനിമം വേജസ് ആക്ട് is over. നെക്സ്റ്റ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ്. ESI ആക്ടിലേക്ക് പോവാം. സിമ്പിൾ. ബോണസ് അവിടെ എടുക്കട്ടെ, നമുക്ക് പറയാം. ESI നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഏരിയ നോക്കണം. ഇൻട്രൊഡക്ഷൻ അല്ലെ, എല്ലാത്തിലും അത് ചെക്ക് ചെയ്യണം. സെക്കൻഡ്, പർപ്പസ് ഒക്കെ പോട്ടെ, ഏതൊക്കെ സ്ഥാപനത്തിന് അപ്ലിക്കബിൾ അതിൽ പറയുന്നുണ്ട്, അത് നോക്കണം. ഓക്കെ, അവിടെ കുറെ സംഖ്യ കാണാം. 20 മോർ വർക്കേഴ്സ് ആഫ്റ്റർ ഗിവിംഗ് 1 മന്ത് എന്നൊക്കെ കാണാം, അത് നോക്കണം. ഓക്കെ, ഒപ്പം ടെക്സ്റ്റ് വെച്ച് പോകണ്ട. പ്രിൻസിപ്പൽ എംപ്ലോയർ ആരാ, ഇമ്മീഡിയറ്റ് എംപ്ലോയർ ആരാ, അതുണ്ടായിരിക്കും അവിടെ. അവിടെ ഡിപ്പെൻഡന്റും, അതുപോലെ ഡിപ്പെൻഡന്റ് കേസ് പറയും. എംപ്ലോയി, ഇതിലുണ്ട് എംപ്ലോയി ഡെഫിനിഷൻ, അത് മറ്റേ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഇതിലുണ്ട് വേജിന്റെ ഡെഫിനിഷൻ, അത് ഞാൻ മറ്റേ രീതിയിൽ ചെയ്യുക. ഡിപ്പെൻഡന്റ് ഇത് നോക്കണം. കാരണം പക്ഷേ അണ്ടർ ESI സ്കീമിലെ ഡിപ്പെൻഡന്റ് ആരൊക്കെ അല്ലാത്തത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ അതിൽ കാണാം. ആൻഡ് ദ ബെനിഫിറ്റുകൾ, ഇതിന്റെ ബെനിഫിറ്റ് കാണണം നിങ്ങൾ. സിക്നസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഡിപ്പെൻഡന്റ് ബെനിഫിറ്റ്, മെഡിക്കൽ ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ്. ആ ബെനിഫിറ്റ്സുകൾ നോക്കുക. കോൺട്രിബ്യൂഷൻ മസ്റ്റ്. ഓക്കെ, ഈ ബെനിഫിറ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ വേണം. എംപ്ലോയർ 3.25 വേണം. ഒറ്റ മിനിറ്റ് മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ കാറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമെന്റ്മെന്റ് ടച്ച് ചെയ്യാറില്ല നോർമലി കാറ്റില്. ഓക്കെ, അപ്പൊ അഥവാ അമെന്റ്മെന്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കാര്യം. അമെന്റ്മെന്റ്സ് ഇന്റർമീഡിയറ്റിൽ കംപ്ലീറ്റ്ലി അമെന്റ്മെന്റ് ചോദിക്കും.
അപ്പൊ ഓൾഡ് പ്രൊവിഷൻ പ്രകാരം എംപ്ലോയർ അല്ലേ ഈ ബെനിഫിറ്റ് കിട്ടാൻ ഇൻഷുറൻസ് ആണ്, ഇൻഷുറൻസിന് പ്രീമിയം കൊടുക്കണം. സോ പ്രീമിയം എംപ്ലോയറുടെ ഭാഗത്തു നിന്നും പോകണം, എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും പോകണം. എംപ്ലോയർ 4.75 കൊടുക്കണം, എംപ്ലോയിയുടെ ഷെയർ 1.75 ആണ്. അങ്ങനെ ടോട്ടൽ 6.5. ന്യൂ ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ, അത് 3.25 ആക്കി, എംപ്ലോയിയുടെ ഷെയർ 0.75 ആക്കി. അങ്ങനെ ടോട്ടല് നെക്സ്റ്റ് വണ് നെക്സ്റ്റ് പ്രൊസീജിയർ കിട്ട ബെനിഫിറ്റ് ആണ്. അത് ആവശ്യമില്ല. അപ്പൊ ഈ ഏരിയ നിങ്ങൾ ഇതിൽ നോക്കണം. എംപ്ലോയി ESIയില് 1 മിനിറ്റ് ESI നോക്കാം. ഓഡിബിൾ ആണ്, ഷെയർ മീൻസ് സ്ക്രീൻ ഓക്കെ അല്ലേ? വോയിസിലൊന്നും പറയണം. ഓക്കെ ആണോ? ഓക്കെ. നൗ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ഓഫ് ദ ആക്ട്. അത് ഈ സ്കോപ്പ് ഓഫ് ദ ആക്ടിലൊക്കെ ചിലപ്പോൾ സ്ഥാപനങ്ങൾ ഏതൊക്കെ അപ്ലിക്കബിൾ എന്നുണ്ടാവും. വേജിന്റെ ഡെഫിനിഷൻ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. എടാ അത് ചെയ്യണം കേട്ടോ, നിങ്ങൾ എന്തായാലും ചെയ്യണേ. ഒരു നോട്ടിലേക്ക് വരച്ചെടുക്കുക. ഈ കോമൺ ഇത്രയും ഗ്രാറ്റുവിറ്റി, പേയ്മെന്റ് ഓഫ് വേജ്, മിനിമം വേജസ് ആക്ട്, അതുപോലെ തന്നെ ESI ആക്ട്, ഇത് മൊത്തം ഈ ഏരിയ നല്ല സംഖ്യകൾ ഉള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയയാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ മൊത്തം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. നമ്മുടെ മൈൻഡിൽ ഇരിക്കൂല. അത് വേജിന്റെ ഡെഫിനിഷൻ ഒന്നിൽ വേറെ ആയിരിക്കാം, ഒന്നിൽ ഇതായിരിക്കും. അപ്പൊ കോമൺ ആയിട്ട് എല്ലാത്തിലും ഇങ്ങനെ എഴുതിയിടുക. അപ്പൊ കോമൺ ആയിട്ട് വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എംപ്ലോയറുടെ ഡെഫിനിഷൻ എന്താ, എംപ്ലോയി ഡെഫിനിഷൻ എന്താ, ബാക്കിയൊക്കെ പിന്നെ സെപ്പറേറ്റ്ലി അത് അങ്ങനെ പഠിച്ചിട്ട് പോവാ. വേജിന്റെ ഡെഫിനിഷൻ എന്താ, കാരണം മനസ്സിലിരിക്കാൻ പണിയാണ്. കോൺട്രിബ്യൂഷൻ അവിടെ കാണിക്കാൻ പറ്റും. 3.25 0.75 തന്നെയാണ് കേട്ടോ. 3.25 0.75. രജിസ്ട്രേഷൻ ഓഫ് എംപ്ലോയി, ഫാമിലി ഫോട്ടോ കൊടുക്കുക. 1 ടൈം ആണ്. അവിടെ ഒരു ATM കാർഡ് പോലെ തരും. ESI ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സകല ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. ലൈക്ക് ദാറ്റ്. അഡ്മിനിസ്ട്രേഷൻ ESI കോർപ്പറേഷനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് പർപ്പസ് വിച്ച് ഫോർ മേ ബി എക്സ്പെൻഡഡ്. ഇന്റർമീഡിയറ്റില് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, 5 മാർക്കിന് ഈ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണിത്. എന്തൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് വിനിയോഗിക്കേണ്ടതെന്ന്. നോർമലി അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. എനിക്ക് ബെനിഫിറ്റ് നോക്കണം. എൻ്റെ കുറച്ച് മെഡിക്കൽ ബെനിഫിറ്റ് കൗൺസിൽസിന്റെ കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കി പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കാലാവധികളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇത്രയാണ് അതിന്റെ ടെനോർ എന്നുള്ളത്. അവിടെ കുറച്ച് സംഖ്യകൾ പറയും, ആ സംഖ്യ നോട്ട് ചെയ്യണം. ആൻഡ് ഇനി അത് കഴിഞ്ഞാൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആണ്. ഓക്കെ, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലും ഇതേപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കുറെ സംഖ്യകൾ വരുന്നുണ്ട് അല്ലെ. പേയ്മെന്റ് ഓഫ് വേജസ്, EPF, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് എടുക്കുന്ന സമയത്ത് 3 മിസ്ലേനിയസ് എന്നുള്ള പേര്. മിസ്ലേനിയസ് എന്ന വാക്കിന്റെ അർത്ഥം പലവക എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ 3 എണ്ണാണ്. ഒന്ന് ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് വരുന്നുണ്ട്, എംപ്ലോയി പെൻഷൻ ഫണ്ട്, ഇഡലി ഫണ്ട് വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് കിട്ടാൻ നമ്മൾ സാധാ ഡൽഹി അല്ല, എംപ്ലോയി ഡെപ്പോസിറ്റ് ലിക്വിഡ് ഇൻഷുറൻസ് ഫണ്ട്. ആൻഡ് എന്തിനാണ് പർപ്പസ് അതവിടെ പറയാം. ഇത് നോട്ട് ചെയ്യണം. അപ്ലിക്കബിലിറ്റി ഓഫ് ദ ആക്ട്, ഏതൊക്കെ സ്ഥാപനത്തിനാണ് അപ്ലിക്കബിൾ, ഏതൊക്കെ സ്ഥാപനത്തിനാണ് അത് നോൺ അപ്ലിക്കബിൾ. ആൻഡ് ബെനിഫിഷ്യറി, അവിടെ ബെനിഫിഷ്യറി എംപ്ലോയി ആണ്. ആൻഡ് എംപ്ലോയറുടെ ഡെഫിനിഷൻ ഇത് ഞാൻ നേരത്തെ ചെയ്ത പോലെ പറയാം. ഈ 2 സ്ലൈഡ്. ഒന്നാമത്തെ സ്ലൈഡ് എന്താണ് എംപ്ലോയി എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആണ്. അതെല്ലാത്തിലും എഴുതുന്ന പോലെ കോമൺ ആയി എഴുതി വെക്കുക. രണ്ടാമത് ആരാണ് ഉത്തരവാദി, ഇതെല്ലാത്തിലും വരുന്ന ഡെഫിനിഷൻ ആണ്, അതും എഴുതി വെക്കുക. കോൺട്രിബ്യൂഷൻ നമ്മൾ എഴുതണം. കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയാം. ഒന്ന് എത്ര പെർസെന്റേജ് ആണ്, ഒന്ന് എന്താണ് എംപ്ലോയിയുടെ പെർസെന്റേജ് 10% ഓഫ് ദ പേ, എംപ്ലോയറുടെ പെർസെന്റേജ് 10% ഓഫ് ദ പേ. നെക്സ്റ്റിലേക്ക് വരുമ്പോൾ 10% മീൻസ് ഇതൊക്കെ ഇന്റർമീഡിയറ്റ് വരുന്ന ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് പെൻഷൻ ഫണ്ട്, എംപ്ലോയർ 8.33% ഓഫ് ദ പേ, നോട്ട് ചെയ്യണം. പെൻഷൻ ഫണ്ടിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ് 1.16% ഓഫ് ദ പേ, നോട്ട് ചെയ്യണം. പിന്നെ ഇഡലിയിലേക്ക് വരുന്ന സമയത്ത് മീൻസ് 2 കോൺട്രിബ്യൂഷൻ എംപ്ലോയറുടെ ഭാഗത്തു നിന്നാണ്. 1.16% ഓഫ് ദ പേ, 1/4 ഓഫ് ദ എത്രയാണോ പ്രീമിയം ആയി കൊടുക്കുന്നത് അതിന്റെ 1/4 ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ചാർജ് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ഇത്ര സമ്മറി ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലിരിക്കാൻ വേണ്ടി ഒരു സമ്മറി, ഈ സമ്മറി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, 3 ഫണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 ആൾക്കാർ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂഷൻ നടത്തുന്നതായി കണ്ടു. ഒന്ന് എംപ്ലോയർ ആണ്, ഒന്ന് എംപ്ലോയി ആണ്, ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ആണ്. എംപ്ലോയർ EPF-ലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്ന 12%. അവിടെ ഒരു ഡൗട്ട് വരും മക്കളെ. 10% ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ ടെക്സ്റ്റില്. അത് അമെന്റ്മെന്റ് വന്നിട്ടുണ്ട് 12% ആണ്. അപ്പൊ സാറെ ചോദ്യം വരും, സാറെ 12% എഴുതണ്ടേ 10% എഴുതണ്ടേ? ഡെഫിനറ്റ്ലി 12% 10% കൂടിയിട്ട് ഒറ്റ ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് വരാറില്ല, ഇതുവരെ കണ്ടിട്ടില്ല.
അപ്പോ 10% സ്ലോട്ടാണ് വരുന്നെങ്കിൽ മീൻസ് ഓപ്ഷൻ ആണ് വരുന്നെങ്കിൽ അതെന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അതോ 5, 8, 14, 12 ആണെങ്കിൽ 12 ടിക്ക് ചെയ്യാം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, എംപ്ലോയി പിന്നെ 10 ആണ്. സെൻട്രൽ ഗവൺമെന്റ് EPF-ലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നില്ല. പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 8.33% ആണ്. എംപ്ലോയിക്ക് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, 1.16% ആണ്. ഇടയിലേക്ക് എംപ്ലോയർ രണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. 1% ഓഫ് ബീങ് നോട്ട് മോർ ദാൻ എന്തായും 2, പിന്നെ 1/4 ഓഫ് അഡ്മിനിസ്ട്രേഷൻ ചാർജ് ഉണ്ടാവും. എംപ്ലോയർ മാത്രം ചെയ്താൽ മതി. ഈ ഒരു സാധനം, ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് ഒരു ഫോൺ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ആ ചാപ്റ്റർ മൊത്തത്തിലോട്ട് പോരും, പ്രധാനപ്പെട്ട സംഖ്യകളൊക്കെ അതിന് പോരും. ഓക്കെ, സോ അതാണുള്ളത്. പിന്നെ അപ്പൊ ആ ചാപ്റ്ററിൽ ഇത്തരം എന്ത് ചെയ്യുക ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടില് അപ്ലിക്കബിൾ സ്കീം 3 ഏതൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു. ഓൾ ഓഫ് ഇന്ത്യ അപ്ലിക്കബിൾ ആയി നോൺ അപ്ലിക്കബിലിറ്റി, നോൺ അപ്ലിക്കബിലിറ്റി, പിന്നെ കുറെ എംപ്ലോയർ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യാൻ. വേജിന്റെ ഡെഫിനിഷൻ, പിന്നെ കോൺട്രിബ്യൂഷന്റെ സ്കീം, ഇതിൽ കോൺട്രിബ്യൂഷൻ ഓരോരുത്തരെ കോൺട്രിബ്യൂഷൻ ഇതിൽ കാണിക്കും. വേജ് ലിമിറ്റ് ഉണ്ടാവും, പെൻഷൻ ഫണ്ടിന്റെ ഒക്കെ ഉണ്ടാവും, കോൺട്രിബ്യൂഷൻ കാണാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, ഒറ്റ ടേബിളിൽ ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ മൊത്തം തീർന്നുള്ളൂ. പിന്നെ അപ്ലിക്കബിലിറ്റി നോൺ അപ്ലിക്കബിലിറ്റിയും അതിങ്ങനെ നോട്ട് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് വണ്. ഓക്കെ അല്ലേ മക്കളെ, എന്റെ കൂടെ ഇല്ലേ ഒരുപാട്? മടിയേഷ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Okay, the next one. Once again. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കഴിഞ്ഞു. നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാണ് അല്ല ബോണസ് ആക്ട്. സോ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, ഈ ബോണസ് ആക്ടിൽ കുറച്ച് എന്തുണ്ട് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഡെഫിനിഷൻസ് അല്ല, എംപ്ലോയി അത് അതേപോലെ ചെയ്യാം. 8.33% ഓഫ് ദ പേ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് 20% മാക്സിമം ബോണസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Where it is. മൂന്നെണ്ണം നിങ്ങൾ നോർമലി ചെയ്ത പോലെ അപ്ലിക്കബിലിറ്റിയിൽ എഴുതുക. ഫാക്ടറി എസ്റ്റാബ്ലിഷ്മെന്റ് ആ ഏരിയ അങ്ങനെ തന്നെ എഴുതുക. ദെൻ അവിടെ നോൺ അപ്ലിക്കബിലിറ്റി പറയുന്നുണ്ട്. നോൺ അപ്ലിക്കബിലിറ്റി നമുക്ക് വേണം. ബിങ്കോ എന്ന് പറയും, ബാങ്കിങ്, ഇൻഷുറൻസ് അല്ലെ, അവിടെ കുറച്ച് സാധനങ്ങൾ നോൺ അപ്ലിക്കബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് വേണം നമുക്ക്. ഇതിലുണ്ട് നമുക്ക് എന്ത് സാറേ, ബെനിഫിഷ്യറി, നോൺ ബെനിഫിഷ്യറി. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, വെയിറ്റ് എല്ലാ ചാപ്റ്ററിലും ഈ ഇൻഡസ്ട്രിയൽ ലോസിന്റെ എല്ലാ ചാപ്റ്ററിലും കാണാൻ പറ്റും വേജ് ലിമിറ്റ്. ഓക്കെ, ആ വേജ് ലിമിറ്റ് നിങ്ങൾ കൊടുക്കണം. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിലും കാണാൻ കുറച്ച് എന്ത് ഫ്രോഡ്, ഈ ഏരിയ നോക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനെലിജിബിളും ഡിഡക്ഷനോ ബോണസും ഫ്രോഡ് കാരണമോ കലാപം കാരണമോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബോണസ് നിഷേധിക്കാം. ഒരു കൊല്ലത്തിൽ 30 ദിവസം വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് എന്ത് ചെയ്യും, മിനിമം എലിജിബിലിറ്റി കിട്ടുള്ളൂ. ആൻഡ് പിന്നെ ഡിഡക്ഷൻ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് ഇയറില് എന്തെങ്കിലും അവന്റെ ഭാഗത്ത് നിന്ന് മിസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അത് ഡിഡക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഉണ്ട് മിനിമം ബോണസ് അലോക്കബിൾ സർപ്ലസ് ആണ്. കിട്ടുന്ന പ്രോഫിറ്റിന്റെ മൊത്തം നിങ്ങൾക്ക് തരില്ല, ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാത്രമേ തരുള്ളൂ. അത് എത്രയാണെന്നുള്ളത് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് മാറ്റേണ്ട. 67%, 60%, 60% സംഖ്യയാണ്, പെർസെൻറ്റേജ് ആണ്, നോട്ട് ചെയ്യണം. ആൻഡ് മിനിമം ബോണസ് മാക്സിമം ആണ് 8.33%. ആൻഡ് ഒരു 100 വിച്ച് അവർ ഹയർ ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്യണം. സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ്, അതിലും എന്ത് ചെയ്യാറുണ്ട്, കുറെ സംഖ്യകൾ പറയാറുണ്ട്, നോട്ട് ചെയ്യണം. എന്നാണ് പേയ്മെന്റ്, ഏത് മോഡിലാണ് പേയ്മെന്റ് ഓഫ് ബോണസ് കൊടുക്കേണ്ടത്, നോട്ട് ചെയ്യണം. എപ്പോഴാണ് ക്യാഷിലാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, പേയ്മെന്റ് കൊടുക്കേണ്ടത് വിത്തിൻ 8 മന്ത് അല്ലെ, ഒരു ഇയർ കഴിഞ്ഞ് അടുത്ത 8 മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി. ചില സമയത്ത് കേസിന് പോകും എംപ്ലോയി, അപ്പൊ എന്താണോ വിധി വരുന്നത് വിത്തിൻ 1 മന്തിനുള്ളിൽ സെറ്റിൽ ചെയ്യണം. ഇൻസ്പെക്ടറുടെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞാണ്. അപ്പൊ ഇൻസ്പെക്ടറുടെ അതാണ്, അതേ സെയിം സാധനം. അതാ ഞാൻ പറഞ്ഞത്, എല്ലാറ്റിലും കോമൺ ആയ ഒരു സാധനം ഉണ്ടാവില്ലേ, ആ കോമൺ ആയത് എന്ത് ചെയ്യുക, അതിലേക്ക് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ലോസ് പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടും. ഓക്കെ, സോ മാക്സിമം 20 ആക്ച്വലി അതിന്റെ ഇവിടെയും ഒരു സാധനം കാണാം, മാക്സിമം
ബോണസ് എന്ന് പറഞ്ഞിട്ട് ബോണസിന്റെ ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് നോക്കുക. നമ്മൾ ഇതിലേക്ക് വന്നിട്ട് നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് കാണാം, സ്കോപ്പ്, അപ്ലിക്കബിലിറ്റി, അക്കൗണ്ടിങ് ഇയർ, അതൊക്കെ വെറുതെ വിടുക. എംപ്ലോയർ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് നേരത്തെ സാലറി വേജസിന്റെ ഇത് കാണാം. ഇൻ കേസ് ഓഫ് കമ്പനി ഫസ്റ്റ് ഷെഡ്യൂൾ എലിജിബിൾ ബോണസ് എത്രയാണ് 30 ഡേ കണ്ട അവിടെ കാണാം. ആൻഡ് അലോക്കബിൾ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ദ പെർസെന്റേജ് കാണാം 20%. ഇത് സെറ്റ് ഓഫ് 60% ഒക്കെ കാണാം. അലോക്കബിൾ സെറ്റ് ഓഫ് നിങ്ങൾ പഠിച്ചതാണ്. പേയ്മെന്റ് ഒക്കെ മക്കളെ ഞാൻ ഇങ്ങനെ പോകണ ഇതിന്റെ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഞാൻ സ്പീഡിൽ പോകണട്ടാ. സോ ആ ടോപ്പിക് എന്താണെന്ന് മാത്രം നിങ്ങൾ ഏതാണ് ഇമ്പോർട്ടന്റ് ആണോ അല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പേയ്മെന്റ് ഓഫ് മിനിമം ബോണസ് 8.33%, 100, 8.33%, 60. മാക്സിമം ബോണസ് 20%. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് വേജ് സീലിംഗ് ഓൺ വേജ് എത്ര എന്നുള്ളത് 7,000. ഇവിടെയും അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. 10,000 ആണ്. അഥവാ ക്വസ്റ്റ്യനിൽ 10,000 ചോദിച്ചാൽ അത് എഴുതണം, അല്ലെങ്കിൽ 7,000 എഴുതാൽ മതി. ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ബോണസ്, ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഇന്റർമീഡിയറ്റിലൊക്കെ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്വാളിഫിക്കേഷൻ, ഫ്രോഡ്, റൈറ്റസ്, ഡിസോർഡർലി, ഡിഡക്ഷൻ ഫോർ ദ എമൗണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞത് മോഡ് ഓഫ് പേയ്മെന്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബോണസ് ഷാൾ ബി പെയ്ഡ് ഇൻ ക്യാഷ് ആൻഡ് ബോണസ് ഷാൾ ബി വിത്തിൻ 1 മന്തിനുള്ളിൽ സെറ്റിൽ ചെയ്യണം. ഇനി അതർ കേസ് ഉണ്ട് എന്താ നോർമൽ എത്ര മീൻസ് കേസിൽ പോയി കഴിഞ്ഞാൽ 1 മന്തിൽ സെറ്റിൽ ചെയ്യണം. അതല്ലാത്ത കേസുകളാണ് എന്നുണ്ടെങ്കിൽ നോർമലി 1 വർഷം കഴിഞ്ഞ് 8 മാസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഗ്രാറ്റുവിറ്റി അല്ലെ, അവിടെയും ഇതിലും കുറെ കണക്കുകളുണ്ട്. സോ ഗ്രാറ്റുവിറ്റി, പേയ്മെന്റ് ഗ്രാറ്റുവിറ്റിയില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യകള്, സ്കോപ്പ് ഓഫ് ദ ആക്ട്, നെയിം ഓഫ് ദ ആക്ട്, ആപ്ലിക്കബിലിറ്റി, ആ ഏരിയ ടോ മാത്രം നോക്കുക. പർപ്പസ് ഒന്നും നമുക്ക് ഈ സമയത്ത് വേണ്ട. ഇത് നോക്കണം, എവിടൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥാപനം. ഫാക്ടറി, പ്ലാന്റേഷൻ, മൈൻ, ഓയിൽ ഫീൽഡ്, പോർട്ട്, റെയിൽവേ, ഷോപ്പ്, അത് നിങ്ങൾ പഠിക്കണം. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട്, എംപ്ലോയർ, ഡെഫിനിഷൻ ഇതിലുണ്ട്. ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി, എംപ്ലോയി ആണ്. ഈ 2 കണ്ടീഷൻ നിങ്ങൾ നോക്കണം. കണ്ടിന്യൂസ് സർവീസസ് ആൻഡ് കിട്ടുന്ന എലിജിബിലിറ്റി, ഗ്രാറ്റുവിറ്റി കിട്ടാൻ എലിജിബിൾ ആയത് എങ്ങനെ, 2 കണ്ടീഷൻ പാലിക്കണം. ഒന്ന് സൂപ്പർ ആനുവേഷൻ കാരണോ ടെർമിനേഷൻ കാരണമോ ഇവിടെ നോർമലി ചോദിക്കാറ് ഈ 3 സാധനം ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചർമാർ, നമ്മുടെ സ്കൂളിലെ ടീച്ചർമാര് അല്ലെ, നമ്മൾ പഠിപ്പിച്ച ടീച്ചർമാര് 10 വർഷം കഴിഞ്ഞാലൊക്കെ, 10 വർഷമല്ല 60 വർഷം കഴിഞ്ഞാല് അവര് അവിടെ നിന്നും എന്താകും, റിട്ടയർഡ് ആയി പോകും. പക്ഷെ നമ്മൾ അതിനെ റിട്ടയർമെന്റ് എന്ന് വിളിക്കുക. അത് സൂപ്പർ ആനുവേഷൻ ആണ് കേട്ടോ. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പോളിസിയാണ് ഇത്ര. ഹലോ, യെസ് പറടാ. ഒരു കമ്പനിയുടെ പോളിസിയാണ് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ഇത്ര വർഷം വരെ എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞാലേ പോകാൻ പറ്റൂ എന്നാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സൂപ്പർ ആനുവേഷൻ എന്നാണ്. അതല്ലാതെ ആ വർഷം കഴിയുന്നതിന്റെ മുന്നേ നമ്മൾ റിട്ടയർ ആയ വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറയാ, റിട്ടയർമെന്റ് എന്ന് വിളിക്കുക. ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് തൽക്കാലം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്നേഹ എന്ന് പറഞ്ഞ ആളിങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു ചക്ക ഉണ്ടായിരുന്നു, ചക്ക കട്ട് ചെയ്ത് വന്നാൽ നേരെ വന്ന് വീണ് തോളിലാണ്. സോ ഡിസേബിൾമെന്റ് ആണത്. ഓക്കെ, തൽക്കാലം കുറച്ച് സമയത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. 2 തരം ഡിസേബിൾമെന്റ് ഉണ്ട്. ടെമ്പററി ഡിസേബിൾമെന്റ് ഉണ്ട്, പെർമനന്റ് ഡിസേബിൾമെന്റ് ഉണ്ട്. ഇത് ടെമ്പററി ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലം ഓൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് വീണ്ടും വരും, അല്ലെങ്കിൽ വർക്ക് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ഡിസേബിൾമെന്റ്. പെർമനന്റ് ഡിസേബിൾമെന്റ് എന്ന് പറഞ്ഞാൽ ചക്ക വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൾ വിചാരിച്ചു എന്ത് ഇങ്ങനെ ആപ്പിൾ വീണിട്ടാണ് എന്ത് ചെയ്തത്, ലോകത്ത് MC സ്ക്വയർ ഉണ്ടായത് എന്ന് വിചാരിച്ചു. പക്ഷെ വീണതിന് ശേഷം മനസ്സിലായത് ഒരു ഉപകാരമില്ല. ദാറ്റ് ഇസ് കോൾഡ് പെർമനന്റ് ഡിസേബിൾമെന്റ്. 5 ഇയർ കണ്ടിന്യൂസ്ലി അവൾ എന്ത് ചെയ്യണം, സർവീസ് കൊടുക്കണം. ഇവിടെയും ഒരു ഇനെലിജിബിലിറ്റി പറയുന്നുണ്ട്. സെക്ഷൻ 4 സബ്സെക്ഷൻ 6 ഓൺലി പാർഷ്യലി ഫോർഫീച്ചർ എന്നുള്ളത്. ഫോർഫീച്ചർ ടു ദ എക്സ്റ്റൻഡൽ ഓഫ്സെറ്റ്, ജസ്റ്റ് ലൈക്ക് ഇവിടെ ബോണസ് പോലെ നോട്ട് ചെയ്യണം. ഇമ്പോർട്ടന്റ് ഏരിയ. അത് നെക്സ്റ്റ് വണ് ഡിഫറെന്റ് ഇഷ്യൂസസ് ആണ്. ഇക്വേഷൻ കാണാം 15/26, അത് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. മേ ബി ചോദിച്ചേക്കാം. ആൻഡ് അങ്ങനെ വന്നാല് ഗ്രാറ്റുവിറ്റി മോർ ദ മാക്സിമം ലിമിറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. കാറ്റില് 20 lakh ആണ് എന്ത് മാക്സിമം ഗ്രാറ്റുവിറ്റി. അവിടെ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ വർഷം വരെ 10 lakh ആയിരുന്നു. അപ്പൊ നമ്മുടെ അത് കാറ്റില് അത് അപ്ഡേറ്റഡ് ആയിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോളിസി എടുക്കുക. സപ്പോസ് 10 lakh ആണ് വരുന്നതെങ്കിൽ 10 lakh കൊടുക്കുക. 10 lakh 20 lakh ഒരിക്കലും വരില്ല. 20 lakh ആണ് വരുന്നതെങ്കിൽ 20 lakh നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂസ് സർവീസസ് ഉണ്ട്. അവിടെയും കുറച്ച് സംഖ്യകൾ പറയുന്നുണ്ട്. കണ്ടിന്യൂസ് സർവീസ് ആവണമെങ്കിൽ എന്ത് വേണം എന്നുള്ളത്. ഓക്കെ, ആൻഡ് പിന്നെ നോമിനേഷൻ പറയുന്നുണ്ട്. ആർക്കാണ് നോമിനേഷൻ കൊടുക്കേണ്ടത്, ഫാമിലിക്കാണ്. അങ്ങനത്തെ ആ നോമിനേഷന്റെ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മോഡ് ഓഫ് പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി പറയുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി ക്യാഷിലാണ് കൊടുക്കേണ്ടത്.
ഡിമാൻഡ് ഡ്രാഫ്റ്റ് പറ്റും. 1000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ എംപ്ലോയിയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതാണ് എച്ചിത്ര പ്രൊവിഷൻ എന്ന് പറയുന്നത്. 1000 ആകെ 1000 ഉറുപ്പ ഉള്ളൂ. എന്നിട്ട് പറയാണ് 1000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാറേ, നിങ്ങൾക്ക് മീൻസ് അത് എംപ്ലോയിയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് അയച്ചു കൊടുക്കുന്ന ചെലവ് എന്ത് ചെയ്യാം, ആ 1000 രൂപയിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ അതാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ള ഗ്രാറ്റുവിറ്റിയിലുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഒബ്ജക്റ്റീവില് ഇതാണ് അപ്ലിക്കബിൾ ആരൊക്കെയാണെന്ന് പറയും. എക്സ്റ്റെൻഡ് ടു കാശ്മീർ. ഞാൻ വീണ്ടും പറയണ മക്കളെ, കാശ്മീർ ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡിങ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യരുത്. ഓൾ ഓഫ് ഇന്ത്യ അതങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് പോവുക. നെക്സ്റ്റ് വൺ എലിജിബിൾ ക്രൈറ്റീരിയ ആരാണ് അവിടെ പറയും. കണ്ടിന്യൂസ് സർവീസ് ഫോർ ദ 5 ഇയർ കൊടുത്ത ആള് അല്ലേ. അപ്ലിക്കബിലിറ്റി 10 വർഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് എംപ്ലോയിയുടെ ഡെഫിനേഷൻ എല്ലാറ്റിലുണ്ട്, വേജിന്റെ ഡെഫിനേഷൻ എല്ലാത്തിലുണ്ട്. കണ്ടിന്യൂസ് സർവീസ് ഇതാ ഇവിടെ കണ്ട 190 ഡേയ്സ്, 95 ഡേയ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യണം. 240 ഡേയ്സ് ആൻഡ് ലൈക്ക് ദാറ്റ്. വെൻ ടൂവും ഗ്രാറ്റുവിറ്റി, സൂപ്പർ ആനുവേഷൻ, റിട്ടയർമെന്റ്, റെസിഗ്നേഷൻ അവിടെ കാണിക്കും. കുറച്ച് പീസ് റേറ്റഡ് വർക്കേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 20 ലക്ഷത്തിന്റെ മുകളിൽ അത് അതിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. 20 ലാഖിന്റെ മുകളിൽ എന്ത് ചെയ്യണം, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. ഇത് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി പെർ ഡിസേബിൾഡ് പേഴ്സൺ. അത് എംപ്ലോയി റൈറ്റ് ടു ടേം ഫോർ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാറ്റുവിറ്റി. ഇതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞതാണ്. പ്രൊവിഷൻ ഡിറ്റർമിനേഷൻ ഗ്രാറ്റുവിറ്റി ആൻഡ് ആർക്കാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത് ആൻഡ് ലൈക്ക് ദാറ്റ്. ഇതാണ് ഗ്രാറ്റുവിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. സോ കമ്പനി ആക്ട് ആണ്, കമ്പനീസ് ആക്ട് 2013. കമ്പനി ആക്ടിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് ഇതാ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഇവിടെ ഒരു കോമൺ സീലിന്റെ കാര്യം വന്നിട്ടുണ്ട്. ഓക്കെ. കോമൺ സീൽ പണ്ട് കോമൺ സീൽ എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ സീൽ എന്ന് പറഞ്ഞാൽ നമ്മളെ റബ്ബർ സ്റ്റീൽ അല്ല. കമ്പനികളിൽ കാണാൻ ഒരു ഇലക്ട്രോണിക് സീല്, ഒറ്റ പടം അടച്ച അവിടെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലെ. അതിപ്പോ എന്താണ്, ഇൻസ്റ്റഡ് കോമൺ സീൽ ഓപ്ഷണൽ ആണ്. അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഒരു കമ്പനി സെക്രട്ടറി അല്ലെ, ഒരു ഡയറക്ടറോ അതല്ല എന്നുണ്ടെങ്കിൽ 2 ഡയറക്ടേഴ്സോ എന്ത് ചെയ്താൽ മതി, സൈൻ ചെയ്താൽ മതി. ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ആ ഏരിയ നോക്കുക. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയില് ഓക്കെ ഒബ്ജക്റ്റീവ് ആണ്. ഫുള്ളി കാണാപാഠം പിടിച്ച് സമയം കളയണ്ട. പഠിക്കാത്ത ആൾക്കാര് ഏതൊക്കെയാണെന്നുള്ള ഹെഡിങ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കമ്പനി, പ്രൈവറ്റ് കമ്പനി, 1% കമ്പനി ഒക്കെ പഠിച്ചിട്ടില്ലേ. 1% കമ്പനിയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും സാർ, ഇതിൽ കുറച്ച് ഫോംസ് ഒക്കെ പറയുന്നുണ്ടാവും കമ്പനി ആക്ടില്. കമ്പനി ആക്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 1 മിനിറ്റ്. ഓക്കെ. നമ്മൾ കമ്പനി ആക്ട് തൽക്കാലം അവിടെ കെട്ടിട്ട മക്കളെ. കാരണം എന്താ അറിയോ, 70% ഫസ്റ്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അതിൽ. ഓക്കെ. സോ ആ ചാപ്റ്റേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നിന്നും നമുക്ക് നോർമലി ചോദിക്കാറുള്ളത്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ചോദിക്കാറുള്ള ഏരിയാസ് ഞാൻ പറഞ്ഞുതരാം. അവിടെ നിങ്ങൾ വായിച്ചിട്ട് ഡെഫിനറ്റ്ലി വായിച്ചു പോകണം. 1 മിനിറ്റ്, ഞാൻ സ്ലൈഡ് വെച്ചിട്ട് പറയാം. തീർച്ചയായും നിങ്ങൾക്ക് അറിയാലോ, 3 ഉണ്ടാവും. 3 ഇൻഫർമേഷൻ എല്ലായിടത്തുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏരിയയിൽ നോക്കുക. ഇൻട്രൊഡക്ഷൻ പാർട്ടില് പിന്നീട് ഓഫറും ആക്സെപ്റ്റൻസ് ഒക്കെയാണ്. പ്രപ്പോസൽ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഇന്ത്യ ഓഫർ എന്നുള്ള വേർഡ് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അതിന് പകരം ഇംഗ്ലീഷ് കോമൺ ലോയിൽ ഓഫർ എന്നാ പറയാ, ഇന്ത്യയിൽ പ്രപ്പോസൽ എന്നാണ്. ആൻഡ് ഡെഫിനിഷൻസ് കാണാപാഠം പഠിച്ചിട്ട് നോർമലി അധികം ഡെഫിനിഷൻസ് ഒന്ന് ചോദിക്കാറുണ്ട് ട്ടാ. ഡെഫിനിഷൻ വരാറുണ്ട്. ഇത് when the one person signifies to another is willingness to do എന്നൊക്കെയുള്ള ആ ഡെഫിനിഷൻ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. വാലിഡ് റൂൾസിൽ നിന്നും നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്. അതില് ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഇംപ്ലൈഡ് ആവും. ഈ ഇംപ്ലൈഡിന്റെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. ഓക്കെ. സ്പെസിഫിക് ജനറൽ ചോദിക്കാറുണ്ട്. കാർൽ വേഴ്സസ് കാർബോളേഴ്സ് കേസിലോ പറയാറുണ്ട്. ഇത് മസ്റ്റാണ്. ലീഗൽ റിലേഷൻഷിപ്പ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യം പറയാറില്ലേ, അത് പറയാറുണ്ട്. അത് മസ്റ്റാണ്. ഡിഫറെന്റ് ഫ്രം ഇൻവിറ്റേഷൻ ടു ഓഫർ, ഈ ഏരിയ നോക്കണം. പിന്നെ ആക്സെപ്റ്റൻസിന്റെ അവിടുന്ന് പറയാറുള്ളത്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്, അത് നോക്കണം. ആൻഡ് വാലിഡ് റൂൾസ് ഓഫ് കൺസിഡറേഷന്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എക്സിക്യൂട്ടഡ്
and must not unlawful, illusory, consideration need not be adequate. ഇവിടുന്ന് വരാറുണ്ട്. And it must be moved from the promisee അല്ലെങ്കിൽ or any other person. അവിടുന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. Okay, so 1 second. മക്കളെ, can you hear me? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. വളരെ ലിമിറ്റഡ് ആണ് നമ്മുടെ ക്ലാസ്. ലാസ്റ്റ് ടൈമില് നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ട് പോവാതെ, അല്ലെ, ലാസ്റ്റ് ടൈമിൽ പഠിച്ച ആൾക്കാരൊക്കെ സെറ്റ് ആയിരിക്കട്ടെ. അങ്ങനെ ഒരുപാട് പഠിച്ചിട്ട് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ടൈം പറയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യണ്ട. പഠിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ആ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസും ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അടയാളപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാറ്റ്, അല്ലേ? അപ്പോൾ കാറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഫസ്റ്റ്ലി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കണം. കാരണം അത് നോക്കിയിട്ടില്ല എങ്കിൽ അത് ഞാൻ നോട്ട് അഞ്ജലി മാമിന് ഞാൻ അയച്ചു കൊടുക്കാം. ഓക്കെ, മാമിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ഫസ്റ്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് നോട്ട് ഓൺലി അപ്ലിക്കബിൾ ഫോർ വാട്ട് ഏതിനെ സി ആയാലും സി എം ആയാലും കാറ്റ് ആയാലും എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു സാധനമാണ് എന്ത്, ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നുള്ളത്. അപ്പൊ അത് പഠിക്കാതെ പോയാൽ ഇറ്റ്സ് വെരി മിസ്സിങ്. മേജർ പാർട്ട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കാര്യം വരിക. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കേസ് സെയിലാണ്. സെയിലും നിങ്ങൾ പഠിക്കണം. സെക്കൻഡ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു സെയിൽ. ഓക്കെ, സെക്കൻഡ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു സെയിൽ. ആൻഡ് ദ തേർഡ് പ്രയോറിറ്റീസ് ക്രെഡിറ്റേഴ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതിനും കുറച്ച് സംഖ്യകളൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്യുക, വെക്കുക. ഓക്കെ അല്ലേ? ഇനി അവിടെ ബാക്കി ബാലൻസ് ഉണ്ടാവും എന്താ, പാർട്ട്ണർഷിപ്പും LLP ആണ്. ആ പാർട്ട്ണർഷിപ്പും LLPയിലും തൽക്കാലം ഈ പാർട്ട്നേഴ്സിന്റെ കണക്കുകൾ ഉണ്ടാവും. എത്ര മാക്സിമം പാർട്ട്നേഴ്സ്, അതല്ല പാർട്ട്ണർഷിപ്പ് ടേമിന്റെ പൊതുവായ ഇത് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് നോക്കി പോവുക. ഓക്കെ, ഫുള്ളി പഠിക്കാതെ പാർട്ട്ണർഷിപ്പ് പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ മാത്രം അങ്ങനെ നോക്കിയിട്ട് പോവുക. ഡിഫറൻസുകൾ ഉണ്ടാവും, അതിൽ കുറച്ച് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ടാവും, കമ്പനിയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ, അതൊക്കെ മൈൻഡിൽ വെച്ച് പോവുക. ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യണം, ഇതാക്കാണ് കൺഫ്യൂഷൻ. ഒന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡെഫിനറ്റ്ലി നോക്കണം. ഓക്കെ, ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക സാറേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചുതരാം. ഇതിന്റെ നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഞാൻ മാമിന് അയച്ചു കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ഇരുന്ന് വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി, അതിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. കിട്ടാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കുക. അത് മാത്രം പഠിച്ചിട്ട് പോരുന്നിട്ടാ. എന്നിട്ട് അപ്പൊ നിങ്ങൾ ഏകദേശം അതിങ്ങനെ നോക്കി വരുന്ന സമയത്ത്
നിങ്ങൾ ചാപ്റ്റർ മൊത്തം ഒന്ന് കവർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പോയിന്റ് നമ്പർ 1. ഓക്കെ, പോയിന്റ് നമ്പർ 2 സെയിലിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ ഇരുന്ന് ചെയ്യാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ഇരുന്ന് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ടിൽ ആദ്യത്തെ 3 ലോ ലോക്കായില്ലേ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ ലേബർ ലോയുടെ കേസ് ഏത് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ലോസ്, മറ്റുള്ളതിന്റെ ആ സംഖ്യകളൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ. ആ സംഖ്യകളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നോട്ട് ചെയ്യുക, ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുക, ആൻഡ് കോമൺ ആയി വരുന്ന ഡെഫിനിഷൻസ് ഒരു പേജിലേക്ക് എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക, അത് നോക്കുക. അപ്പൊ ആ ഏരിയ സെറ്റായി. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട്, സെയില്, നെഗോഷ്യബിള്, അത് കഴിഞ്ഞിട്ട് ലേബർ ലോസിൽ വരുന്ന ആ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നീട് നിങ്ങൾ എന്തിലേക്ക് കയറുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. കമ്പനി ഉണ്ട്, LLP ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്. അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നതിനനുസരിച്ചിട്ട്. ഐ തിങ്ക് ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കണം. ഒന്ന് കോൺട്രാക്ട്, സെയില് ആൻഡ് നെഗോഷ്യബിള്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ലോസ് ആൻഡ് ബാക്കി നിങ്ങളുടെ രീതിയിൽ പഠിക്കാം. അപ്പൊ സാറേ, നിങ്ങളെ ഓരോ എവിടെയുള്ള ആളുകളാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ കോപ്പറേഷൻ.